ഗുഡ് ഈവനിങ്. മാറ്റ്നി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ എല്ലാ ബുധനാഴ്ചകളും നമ്മൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ് പഠനങ്ങൾ നടത്തുന്നത്. ഇന്ന് മൈൻഡ്ഫുളിന്റെ തലം തന്നെയാണെങ്കിലും ചെറിയ വ്യത്യസ്തമായ ഒരു എത്തിനോട്ടം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മൈൻഡ് എ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന ഒരു വിഷയം. 1950 കാലഘട്ടങ്ങളിൽ വൈൽഡർ പെൻഫീൽഡ് എന്ന് പറഞ്ഞ മനോഹരമായ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിച്ച ഒരു ന്യൂറോ സർജൻ, അദ്ദേഹം എപ്പിലെപ്സി ബാധിച്ച പ്രായമുള്ള ആളുകളുടെ തലച്ചോറ് തുറന്ന് ചില നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി കാന്തിക സൂചി കൊണ്ട് അതിനെ ടച്ച് ചെയ്യുമ്പോൾ അവരുടെ ഓർമ്മച്ചെപ്പ് തുറന്ന് അനേകം കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ ബാക്കിയുള്ള എല്ലാ മനഃശാസ്ത്രപരമായ തലങ്ങൾക്കും മസ്തിഷ്കത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ കുറിച്ചുള്ള അറിവുകളെല്ലാം വൈൽഡർ പെൻഫീൽഡിന്റെ ഇപ്പോഴും നിലനിൽക്കുന്ന അറിവുകളിൽ നിന്നുണ്ടായതാണ്. തീർച്ചയായും ആ മനസ്സിന്റെ ഓർമ്മച്ചെപ്പം തുറന്നാൽ എന്തൊക്കെ കഥകളാണ്, എന്തൊക്കെ ഓർമ്മകളാണ് വരുന്നതെന്ന് ഇളങ്കോ സാറിലൂടെ നമുക്ക് കേൾക്കാം. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഇളങ്കോ സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. ജസ്റ്റ് ഹാഫ് എ സെക്കൻഡ് സർ, ഒരു സെക്കൻഡ്. താങ്ക് യു സർ, താങ്ക് യു. ഞാൻ ഇന്ന് ഓക്കെ, ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വാക്കിലാണ് എല്ലാ ദിവസവും കളിച്ചുകൊണ്ടിരിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് ഞാൻ കളിക്കുന്നത് വെറും ഒരു ആറ് വേർഡ്സ് എന്നാണ് എപ്പോഴും പറയുന്നുള്ളൂ. ഞാൻ പറയുന്ന ആ 6 വാക്കുകൾ എന്താന്ന് ആരെങ്കിലും ഒരാൾ റിപ്പീറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. പ്രോബബ്ലി ഞാൻ 5, ഇത് 6ാമത്തെ ക്ലാസ് ആണോ സർ, 7ാമത്തേതാണോ? ഇതിപ്പോ 7ാമത്തെ ക്ലാസ്. 7ാമത്തെ ക്ലാസ്. 7 ക്ലാസ്സിൽ റെഗുലറായിട്ട് കേട്ടോണ്ടിരുന്നത് 4 പേരെങ്കിലും കാണും. അവർക്ക് ഓർമ്മ ഉണ്ടോ ഈ മുഖം? അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടോ ഇളങ്കോയിന്? ഇളങ്കോയി ഓർത്താൽ ആ വാക്കുകൾ ഓർക്കണം. ഞാൻ ഒരു വാക്ക്, ഫസ്റ്റ് വാക്ക് പറഞ്ഞുതരാം, അവയർനെസ്. ആരെങ്കിലും ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? ലെറ്റ് ഗോ. ലെറ്റ് ഗോ നല്ല വാക്കാണ് സർ, കറക്റ്റ്. വേറെ അവയർനെസ്, അറ്റൻഷൻ വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്, മൂമെന്റ് ടു മൂമെന്റ്, ആൻഡ് സാറ് പറഞ്ഞ പോലെ ലെറ്റ് ഗോ, ബിഗിനേഴ്സ് മൈൻഡ് ആൻഡ് ക്യൂരിയാസിറ്റി. ഇത്രയുള്ള മൈൻഡ്ഫുൾനെസ് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. യു ഷുഡ് ബി അവെയർ. വാട്ട് ആർ യു ഗോയിങ് ടു ഡു, വാട്ട് ഈസ് ഹാപ്പണിങ് ഇൻ ദ വേൾഡ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ അറൗണ്ട് യു, അതിന് മനസ്സിലായിരിക്കണം. അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ഈസ് യുവർ വൈഫ് ഡൂയിങ്, വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ് ഡൂയിങ്, and what type of answer you are supposed to give it, whether it's right or wrong എന്ന് മനസ്സിലാക്കുന്നതാണ് അവയർനെസ്. then you should attend it എന്ന് പറഞ്ഞാൽ, ഞാൻ താങ്കൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കാണും, ഞാൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറില്ല. കോൺസെൻട്രേഷനും അറ്റൻഷനുമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കോൺസെൻട്രേഷൻ ഈസ് ഇല്ലെങ്കിൽ പോലും പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്ന, ഒരു പശുവിനെ കഴുത്തിൽ കയറ് കെട്ടി വലിച്ചുകൊണ്ടുവരികയാണ്, അതിന് ഇഷ്ടമില്ലെങ്കിൽ പോലും അതാണ്, അങ്ങനെ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇളങ്കോ ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമില്ല, ബട്ട് ഐ കമ്പൽ ഫ്രം ദ എക്സ്റ്റേണൽ വേൾഡ് ദാറ്റ് ദ ഇന്റേണൽ ബോഡി or ഇന്റേണൽ മൈൻഡ് ഷുഡ് ഡു സംതിങ് എന്ന് ചെയ്യുന്നതാണ് കോൺസെൻട്രേഷൻ. അങ്ങനെ ചെയ്യാൻ മൈൻഡ്ഫുൾനെസ് പറയുന്നില്ല. പണ്ടത്തെ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സിനുള്ള വ്യത്യാസമെന്ന് ഞാൻ പറയാറുള്ളൂ. ഈ മൈൻഡ്ഫുൾനെസ്സിനെ യു ഷുഡ് ഡു നാച്ചുറലി വിത്തൗട്ട് എനി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരു സ്ട്രെയിൻ എക്സ്ട്രാ വരും. സ്ട്രെയിൻ വരാതെ നാച്ചുറൽ സിസ്റ്റത്തിൽ കൂടെ കൊണ്ടുപോകുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഒരു ടോപ്പിക്, ഒരു ലോകം. ഇറ്റ്സ് എ പ്രോസസ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ഇസ് എ പ്രോസസ് എന്ന് പറഞ്ഞാൽ, മൈൻഡ്ഫുൾനെസ്സിനെ ഫസ്റ്റ് താങ്കൾ ഓരോരുത്തരും യു ഷുഡ് ബി അവെയർ, യു ഷുഡ് അറ്റൻഡ് ടു ദിസ്, ആൻഡ് യു ഷുഡ് ബി പ്രസന്റ് ടു ദ മൊമെന്റ് ടു മൊമെന്റ്. ഓരോരോ മൊമെന്റിലും
ആ മൊമെന്റിലാണ് ജീവിക്കേണ്ടത്. ആ മൊമെന്റിൽ ജീവിക്കുന്നതിന് പകരം ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിന് മുമ്പ് ലെക്ചർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി വൈകിട്ട് 8:30 മണിക്ക് ഞാൻ എന്ത് ചെയ്യും, 9 മണിക്ക് എന്ത് ചെയ്യും, അപ്പം അച്ഛൻ ആഹാരം കൊടുത്തോ കൊടുത്തില്ലയോ, കൊടുക്കാൻ അച്ഛൻ വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ എം നോട്ട് ലിവിങ് ഇൻ ദ പ്രസന്റ്. ഞാൻ ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ബി ഇൻ ഫ്രണ്ട് ഓഫ് യു ഓൾ, ജസ്റ്റ് demonstrating or enumerating what I wish or what type of answers I should give for any query എന്ന് പറയുന്നതിന് മാത്രം നിൽക്കുന്നതാണ് ലിവിങ് ഇൻ ദ പ്രസന്റ്. ദെൻ വിത്തൗട്ട് എനി പ്രീ ജഡ്ജ്മെന്റ്. വിത്തൗട്ട് എനി പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു പ്രീ ജഡ്ജ്മെന്റ് എടുത്ത് എൻ്റെ ക്ലാസ് കേട്ടവർക്കെല്ലാം റിട്ടൻറ്റിവിറ്റി ഉണ്ട്, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം അവർ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ഇതാണ്. എൻ്റെ ക്ലാസ് ഇത് 7ാമത്തെ ക്ലാസ്സായി. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ കേട്ടവരൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഒരു 6 വാക്ക് പറയൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പ്രീ ജഡ്ജ്മെന്റ്. യു ഹാവ് എ ഫുൾ ലിബർട്ടി ടു ഫർഗെറ്റ് ഇറ്റ്. അതിനാണ് ഈ ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം മറക്കണം. അതെ, മറക്കണം. വെരി റൈറ്റ് സർ, യു ആർ ഫുള്ളി റൈറ്റ് സർ. നമ്മൾ മറക്കണം, നമ്മളത് പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത് വാട്ട് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ഐ എം ഡൂയിങ് ഇറ്റ് ഇൻ എ നോർമൽ ലൈഫ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് കോൺട്രഡിക്ഷൻ ആണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഐ ആം നോട്ട് സപ്പോസ് ടു എക്സ്പെക്ട് ലാസ്റ്റ് വീക്സ് ആൻസർ ദിസ് ടൈം. ഇഫ് ഐ എക്സ്പെക്ട്, ഐ ആം ഇൻഡയറക്ട്ലി ടെല്ലിങ് ദം ടു ലിവ് ഓൺ ദ പാസ്റ്റ് ആൾസോ. അതല്ല ഉദ്ദേശം. നമുക്ക് റിട്ടൻറ്റിവിറ്റിനെ കൂടെ ചെക്ക് ചെയ്തതേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഐ ആം നോട്ട് ആസ്കിങ് or allowing anybody to live in the past. അന്ന് പോയത് പോട്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോരോ സമയവും റിപ്പീറ്റ് ചെയ്യുന്നതും. ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നത് അവയർനെസ്, അറ്റൻഡ്, ബി അവെയർ, അറ്റൻഡ്, ലിവ് ഇൻ ദ പ്രസന്റ് വിത്തൗട്ട് എനി പ്രീ ജഡ്ജ്മെന്റ്, വിത്ത് ക്യൂരിയോസിറ്റി, വിത്ത് കമ്പാഷനേറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വിത്ത് ക്യൂരിയോസിറ്റി കഴിഞ്ഞാൽ പിന്നെ ബിഗിനേഴ്സ് മൈൻഡ്, ലെറ്റ് ഗോ. ഇത്രയും പറയുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നാൽ ഫസ്റ്റ് വി ഷുഡ് ബി മോർ ക്ലിയർ ഓൺ അവർ മൈൻഡ്. MIND. മൈൻഡ് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ചോദിക്കും മൈൻഡ് എവിടെ ഉണ്ട്, ബ്രെയിൻ എവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മൈൻഡ് എവിടെ ഉണ്ട്, എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ പോവും. അപ്പം മൈൻഡിന് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആ ഏരിയയിലോട്ടൊക്കെ ഞാൻ കടക്കുന്നില്ല. ബട്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ പണ്ട് ഒരു 82-ൽ ഞാൻ ട്രെയിനിങ്ങിന് കയറിയപ്പം എൻ്റെ സാറ് പറഞ്ഞു മൈൻഡ് യുവർ ബ്ലഡി മൈൻഡ്. അതാണ് ഫസ്റ്റ് വാക്ക് അദ്ദേഹത്തിനടുത്ത് ഞാൻ പഠിക്കുന്നത്. അപ്പം മൈൻഡ് എന്താന്ന് കണ്ടെത്തുമ്പോൾ മൈൻഡിന് ഒരു പെക്യൂലിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു 4-5 ക്യാരക്ടറുണ്ട്. അതിന് ഫസ്റ്റ് ക്യാരക്ടർ വേണമെങ്കിൽ പറഞ്ഞാൽ മൈൻഡ് ഈസ് എ നെഗറ്റീവ് propagator. Mind is a ruminator. Mind is a storyteller. അപ്പം ഞാൻ ബാക്കിൽ എഴുതുന്നതാണ് വന്നത്. മൈൻഡ് ഇസ് എ സ്റ്റോറി ടെല്ലർ. അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. മൈൻഡ് ഇസ് എ സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരെങ്കിലും ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? പഴയ ഓർമ്മകളൊക്കെ കൊടുത്തത്. പഴയ ഓർമ്മകൾ കൊടുക്കുന്നത് റിട്ടൻറ്റിവിറ്റി ആയിട്ട് മാറും സർ. പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ ഓർമ്മകളും പോപ്പപ്പ് ചെയ്ത് വരാൻ സഹായിക്കുന്നത് നമ്മുടെ മൈൻഡ്. പ്ലാറ്റ്ഫോമിലാണ്. സജി സാർ സജി സാർ പുതിയ കാര്യങ്ങൾ പറയുകയാണ്. രമാവതി മാം മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ പറഞ്ഞ് അങ്ങനെയാണ്. അല്ല, ഒന്നുകൂടെ പറയൂ. മനസ്സിലുള്ള ഫുള്ള് കാര്യങ്ങൾ നമ്മളെ തന്നെ ബോധവാന്മാരാക്കുന്നതാണോ? അല്ല, അത് എനിക്ക് പിടികിട്ടിയില്ല മാഡത്തിന്. എൻ്റെ കയ്യിലുള്ള ആൻസറുമായിട്ട് ഞാൻ ആൻസർ ചെയ്തപ്പം ഒരു കൺഫ്യൂഷനാണ് എനിക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു തരാം. ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. അതെ, അത് സാർ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? സാർ ഒരു ഇന്നോവേറ്റർ എന്നാണോ ഉദ്ദേശിച്ചത്? ഓപ്പണിംഗ് അപ്പ് ദ മൈൻഡ് വിത്ത് ന്യൂ തോട്ട്സ്. അല്ല, അങ്ങനെ അത്രയ്ക്കും പോകണ്ട സാർ. നമ്മൾ ചെറിയ അതിൽ ചിന്തിച്ചാൽ മതി സാർ. ഒരു സിമ്പിളായിട്ട് ചിന്തിക്കുക. നമ്മുടെ
ഒരു കോമൺ ആളുടെ മൈൻഡിൽ അല്ലെങ്കിൽ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ബ്രെയിനിൽ, കോമൺ ആളിൻ്റെ ബ്രെയിനിൽ കിട്ടുന്ന ഉത്തരങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് നമ്മൾ എക്സ്ട്രോർഡിനറി തിങ്കിങ്ങേ വേണ്ട. ഞാൻ BSc മാത്സ് കഴിഞ്ഞു, PG ഡിപ്ലോമ ഇൻ മാത്സും ചെയ്തവനാണ്. PSc എക്സാമിനേഷന് പോയപ്പം ഈ ബാങ്ക് എക്സാമിനേഷൻ പോലത്തെ ബാങ്ക് എക്സാമിനേഷന് പോയപ്പം ചെറിയ ചെറിയ കണക്കുകളാണെന്ന് ഞാൻ അൾട്രാ സൈഡിലൊക്കെ ചിന്തിച്ച് കൺഫ്യൂസ് ചെയ്തിരുന്നു. അപ്പോഴാണ് ലാസ്റ്റിൽ എൻ്റെ സാറ് പറഞ്ഞത്, നീ എന്തിനാണ് അത്രയും ചിന്തിക്കുക? ഇല്ല സാർ, ഞാൻ ഇൻറ്റീജർ സിസ്റ്റം അത് ഇതെല്ലാം ഒന്നുമല്ല, 8 കഴിഞ്ഞാൽ 9 അത്രയേ ഉള്ള കാര്യമെന്ന്. അത്രമാത്രം നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുക. മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർ. സിമ്പിൾ. ഞാൻ മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലറിന് ഒരു എക്സാമ്പിൾ, ഇന്നത്തെ എക്സാമ്പിൾ പറഞ്ഞു തരാം. പ്രധാനമന്ത്രി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്ത് വന്നു. ഇത് സത്യമാണോ സജി സാർ? യെസ്. ഓക്കെ, സാർ ഇതിനെ വെച്ച് സാറിന്റെ മൈൻഡിൽ തോന്നിയ സ്റ്റോറി പറയൂ. സാറിന് ഇത്രയും സ്റ്റോറി കിട്ടുന്നില്ലേ? അയ്യോ. രമാവതി മാം, ഇത് അവരെ രണ്ടുപേരാണ് ആക്റ്റീവ്. നമ്മുടെ കല്യാണം ഓർക്കുന്നു. അത് സുരേഷ് ഗോപി സാറിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടും അത് ഒന്ന് മാഡം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഒരു സ്റ്റോറി പറഞ്ഞു. സുരേഷ് ഗോപി സാറിനടുത്ത് എക്സ്ട്രാ ഇഷ്ടമുള്ളത് കൊണ്ട് പ്രധാനമന്ത്രി വന്നു. ഒന്ന്. രണ്ടാമത്തെ സ്റ്റോറി പറയൂ. അത് ഗുരുവായൂർ വെച്ചിട്ടാണല്ലോ സാർ നടക്കുന്നത്. അതെ, അത് ഗുരുവായൂരിൽ വന്നപ്പോൾ, ശരി, ഗുരുവായൂർ വന്ന് അത് ഒരു രാമന്റെ വേറൊരു അവതാരമാണ്, അതുകൊണ്ട് അവിടെയും വന്ന്. 2. ഇനി മൈൻഡ് ഇസ് എ സ്റ്റോറി ടെല്ലർ. ഒരു 15-20 സ്റ്റോറി പറയാം പടപടാന്ന്. കേരളം കാണാൻ വേണ്ടി. കേരളം കാണാൻ കഴിഞ്ഞു. 3ാമത്തെ സ്റ്റോറി. സരസ്വതി മാം എന്താ പറയാൻ ഉദ്ദേശിച്ചു? അല്ല, ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ തരുമ്പോ രമാവതി മാമിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സരസ്വതി മാം പറയൂ. ക്ലിയർ ആവുന്നില്ല മാം, ഒന്ന് മാറി. മനസ്സിലായി. പാർട്ടി ബേസിൽ പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കാനും കൂടി. യെസ്, പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും വന്നു. റൈറ്റ്. 5ാമത്തെ സ്റ്റോറി കറക്റ്റ്. ഇനി അടുത്ത് പറഞ്ഞിട്ട് കേരളത്തിലുള്ള ഒരു കല്യാണം കാണാൻ, അത് പറയുന്നൊരു കേരളത്തിലുള്ള കല്യാണം കാണാൻ വേണ്ടി വന്ന 6ാമത്തെ സ്റ്റോറി ഇതാണ്. എപ്പോൾ സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യില്, അതിനകത്ത് കുറച്ചുകൂടെ സ്ലാങ് ഏരിയയിലോട്ട് പോകാം, നിങ്ങൾക്ക് അപ്പോഴും മനസ്സിലാവും. ഇത് ആക്ച്വലി ഞാൻ എക്സ്പ്ലെയിൻ ഇങ്ങനെ പറയാൻ പാടില്ല. സ്റ്റിൽ ഞാൻ കുറെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞു തരാം. ഞാൻ ഇതിനെ കൂടെ എൻ്റെ വീട്ടിൽ ഇരുന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ കൂടെ അല്ല ബസ് സ്റ്റോപ്പിൽ കൂടെ ഞാൻ ക്രോസ് ചെയ്ത് പോവാണ്. അവിടെ ഒരു ഗേൾ നിൽക്കുകയാണ്. ആ ഗേൾ ഒരു ഫോൺ കയ്യിലുണ്ട്, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്തിരുന്നു. അടുത്ത മിനിറ്റ് ഞാൻ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറയുന്നു, ഈ കൊച്ച് ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്തിനാ അത് നിന്നൂടെ? അപ്പൊ അടുത്തവൻ ചോദിക്കും, ഇന്നലെ ഉണ്ടായിരുന്നു, ആ കൊച്ച് ആരെയോ നോക്കി നിൽക്കുകയാണോ? ഒരു പുതിയ സ്റ്റോറി ഉണ്ടാക്കുകയാണ് ഞാൻ. അതല്ല, ഈ കൊച്ച് ബാക്കിയുള്ളവരെക്കാട്ടിലും വ്യത്യാസമായിട്ട് എപ്പോഴും അൺവാണ്ടഡ് ഡ്രസ്സാണ് കൊടുക്കുന്നത്. ഒരു ലൈറ്റ് മീൻസ് വാട്ട് യു കോൾ ദാറ്റ്, സഫീഷ്യൻ്റ് അല്ലാത്ത ഒരു ഡ്രസ്സ് എന്ന് വെച്ചോളൂ, ഇങ്ങനെ കൊടുക്കുന്നെന്ന് ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ഇതിനകത്ത് കുറേ സ്റ്റോറി ഉണ്ടാക്കുകയാണ്. ഞാൻ ഇങ്ങനെയേ അവർ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇതിന് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ ആയിരിക്കണം. ഹൂ ആം ഐ ടു ഡിക്ലെയർ ഇറ്റ്? ഹൂ ആം ഐ? ഇതാണ് നമ്മളെല്ലാവരും പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു ട്രൂത്ത് ഇന്ന് നടന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹാസ് വിസിറ്റഡ് ടു ഗുരുവായൂർ ടു അറ്റൻഡ് ദ മാരേജ് ഓഫ് സുരേഷ് ഗോപി. വെരി പെർഫെക്റ്റ്. അതിൽ തന്നെ ഞാൻ ഇന്ന് ഒരു 9 ടൈപ്പ് അല്ല 10 ടൈപ്പ് ന്യൂസ് കേട്ടത്. സാറ് ഇപ്പൊ മാഡം സരസ്വതി മാം പറഞ്ഞതുപോലെ അത് പാർട്ടിയിലെ വോട്ടിന് കൂട്ടാൻ സ്വരൂപിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പ്രതാപനെ പൊട്ടിക്കാൻ വേണ്ടി കുറച്ചുകൂടെ റോഡ് ഷോ കാണിച്ചു വരുമ്പോൾ, ഇന്നലെ വന്നപ്പോൾ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെയായി. പിന്നെ വേറൊരു ഏരിയയിലിരുന്ന് ഞാൻ കേട്ടു, ഇദ്ദേഹം
കരുവന്നൂർ ബാങ്കിലുള്ള ഇൻവെസ്റ്റേഴ്സിന് കഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി പദയാത്ര നടത്തിയിരുന്നു. അതിന് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് അദ്ദേഹം വന്ന് ഇങ്ങനൊക്കെ ഓരോരുത്തരും ദേ ടെൽ ദ സ്റ്റോറി. ബട്ട് വാട്ട് ഈസ് എ ഫാക്ട്? ഇത് ആയിരിക്കാം, ആയില്ലാതിരിക്കാം. ഇപ്പം നമ്മുടെ രമാവതി മാം ക്ലിയർ ആയിട്ട് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞു. എന്ത് സെന്റൻസ് പറഞ്ഞു? സുരേഷ് ഗോപിയുടെ അടുത്ത് സ്നേഹമുള്ളത് കൊണ്ട് സുരേഷ് ഗോപിയുടെ ഡോട്ടറിന്റെ മാരേജ് അറ്റൻഡ് ചെയ്താൽ വന്നു. ബട്ട് സരസ്വതി മാം പറഞ്ഞതിൽ സുരേഷ് ഗോപിയുടെ അടുത്ത് പ്രധാനമന്ത്രിക്ക് സ്നേഹമുള്ള ഒരു ഏരിയ ടച്ച് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർ. ഇഫ് യു ക്യാൻ കൺട്രോൾ യുവർ സ്റ്റോറി, if you leave or come out of the storytelling, you are going to be plain in your life. In case if you are plain in your life, you are going to have more calmness in your mind. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എതിർപ്പോ അല്ലെങ്കിൽ കോൺട്രഡിക്ഷനോ അല്ലെങ്കിൽ ഡീവിയേഷനോ ഉണ്ടെങ്കിൽ കൈൻഡ്ലി ലെറ്റ് മീ നോ, ബൈ വിച്ച് വി വിൽ മൂവ് ഓൺ എ റൈറ്റ് പാത്ത്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമല്ല, ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആകണമെന്നില്ല. ബട്ട് വാട്ട് വി ആഫ്റ്റർ ഗുഡ് എമൗണ്ട് ഓഫ് ഡിബേറ്റ് ഫൗണ്ട് ഔട്ട് ഈസ് മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർ. റോയ് സാർ ശരിയാണോ? ഞാൻ കുറച്ച് സാർ മൈക്ക് ഓഫ് ആണ്. യെസ് സർ. ഏത് കേസ് കിട്ടിയാലും നമ്മളൊരു കഥ ഉണ്ടാക്കും. അത് തന്നെ. ഈ കഥ ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ റോയ് സാറിന്റെ കയ്യോ റോയ് സാറിന്റെ കാലോ അല്ല, റോയ് സാറിന്റെ കണ്ണ് കാണുന്നതിന് ബ്രെയിനിനകത്ത് അയക്കുമ്പോൾ അവിടെ മൈൻഡ് വർക്കൗട്ട് ചെയ്ത് നമ്മളൊരു പുതിയ കഥ ഉണ്ടാക്കുകയാണ്. ഈ കഥ അങ്ങനെയാകും, ഇങ്ങനെയാകും, ഇങ്ങനെയാകുമെന്ന് ഓരോന്നും പുതിയതായിട്ട്. ഇതായിപ്പം രാഹുൽ മാങ്കുട്ടം വന്നു കഴിഞ്ഞാൽ അടുത്ത മിനിറ്റ് അറസ്റ്റ് ചെയ്യും. പുതിയൊരു ഈ ഇന്റർനെറ്റ് ചാനലുകളൊക്കെ പബ്ലിഷ് ചെയ്യാണ്. അത് സത്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പണ്ട് ഇതേപോലെ സുരേഷ് ഗോപി തന്നെ ഞാൻ തിരിച്ചു പറയാം. സുരേഷ് ഗോപി എവിടെയാണ് സാർ? കോഴിക്കോടിലെ എവിടെയോ ഒരു പോലീസ് സ്റ്റേഷനിലല്ലേ പോയി അറ്റൻഡ് ചെയ്യാൻ പോയത്? ഒരു മാധ്യമ പ്രവർത്തകയെ എന്തോ മീൻസ് തോളത്ത് കൈവച്ചെന്ന് പറഞ്ഞപ്പം ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അതിനകത്ത് ഹി വാസ് ബീൻ ഇൻവൈറ്റഡ് ടു അറ്റൻഡ് എൻക്വയറി. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് എല്ലാ ചാനലിലും ഓരോരുത്തരുടെ മൈൻഡിലും സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു നമ്മുടെ TV ചാനൽസ്. പക്ഷെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തില്ല. ചെയ്യാത്ത തന്നെ ഒരു സ്റ്റോറി കണ്ടുവരുന്നത് എതിരാൽ അയാളുടെ സപ്പോർട്ടേഴ്സ് ഒരുപാടായി പോയി, അവിടെ ആകെ ബഹളം വരും, ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. അതുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല. ഒരു പുതിയ സ്റ്റോറി. അപ്പൊ ഈ മമ്മൂട്ടി പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, അതൊരു സ്റ്റോറി. യഥാർത്ഥത്തിൽ സത്യം എന്താന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. മമ്മൂട്ടി അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഒന്നുമേ പറഞ്ഞു കാണത്തില്ലെന്ന് ചിലപ്പം പറയാം. എല്ലാം സെൻസേഷനിലാക്കാനാണ്. അതെ സാറേ, കറക്റ്റ്. ഈ ഏരിയ ആണ് ഞാൻ പറയുന്നത്. ഞാൻ അത്രയും ഏരിയയുടെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്തത് വേറെ ഒന്നുമില്ലല്ലോ. മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് സംഭവിച്ചാലും എന്ത് വേണമെങ്കിലും എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടൺ പറഞ്ഞതിന് പകരം നമ്മൾ ഇപ്പോൾ പറയണം എവറി ആക്ഷൻ. When mind receives every action, it's try to tell one each story or multiples of stories. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പഴഞ്ചാനാണെങ്കിൽ ഒരാൾ സെൽഫോൺ എടുത്തു കഴിഞ്ഞാൽ അതാ ഇപ്പം അത് ചെയ്യും. അല്ലെങ്കിൽ 2 പിയർ ഗ്രൂപ്പ് എടുത്താൽ അവൻ ഫോൺ എടുത്ത്, അങ്ങനെ ആകുമ്പോൾ ഇപ്പം സ്വിഗ്ഗിയിൽ അവൻ ഒരു ഓർഡർ ചെയ്യും. ഇവൻ അങ്ങോട്ട് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. ഇങ്ങനെ ഈ നമ്മൾ ഓരോന്ന് ഇമാജിൻ ചെയ്യാണ്, ഓരോന്ന് ചെയ്യാന്ന് പറയുന്നതെല്ലാം ഒരു സ്റ്റോറിയാണ്, ഒരു സ്റ്റോറി ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത് സിമ്പിൾ. ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ ലൈനാണ്. അത് ഏത് വേണമെങ്കിലും. ഇപ്പം സാബു സാർ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം 1016 സാർ 1016 സാർ 1023 സെഷൻസ് സാർ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ 1100 ആകുമ്പോൾ സാർ എന്തോ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ഇതിനെ എങ്ങനെയോ സാർ കൺവെർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻകാഷ് ചെയ്യാനോ അല്ല യൂട്യൂബുമായിട്ട് ബാർഗെയിൻ ചെയ്യാനോ അല്ല വേറൊരു ഏതോ കമ്പനിയുമായിട്ട് ബാർഗെയിൻ ചെയ്യാനോ വേറൊരു ഏതോ കമ്പനീനെ മെർജ് ചെയ്യാനോ വേറൊരു കമ്പനീനെ അക്യൂർ ചെയ്യാനോ എന്തൊക്കെയോ സാർ ചെയ്യാൻ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുവാണെങ്കിൽ
It is simple because of a story which has been developed in my brain. ഞാൻ അത് ഒരു ചെറിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പോയത് എന്തിനാന്ന് പറഞ്ഞാൽ, സാറിന് എന്തിനുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ, സാറിൻ്റെ ഇതിന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അനുപമ എന്ന് ഒരു ലേഡി, ഒരു ഗേളിൻ്റെ പേര് ഓർമ്മ വന്നു. ആരാന്ന് അനുപമ ആരാന്ന് പറയാൻ പറ്റുമോ? കളക്ടർ ആയിട്ടുണ്ടായിരുന്നത് കണ്ണൂര്. കണ്ണൂർ കളക്ടർ. മാഡം വെരി പോസിറ്റീവ് തിങ്കറാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു മൈൻഡ് ഇസ് നെഗറ്റീവ് തിങ്കർ എന്ന്. ഞാൻ പറഞ്ഞു തരാം. ഒരു അമ്മ, ഒരു അച്ഛൻ, ഒരു മോള്, all the three joined together. അവരെന്താ ഓയൂരോ ആയൂരോ ആ ഏരിയയിലുള്ള ഒരാളാണ്. ഇപ്പൊ മനസ്സിലായോ കേസ് എന്താന്ന്? ഒരു കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി 2 ദിവസം വെച്ചിരുന്ന ലാസ്റ്റില് കൊല്ലം ആശ്രാമ മൈതാനത്തിൽ അവരെ ഇറക്കി വിട്ട് അതിൻ്റെ അയാളുടെ ഡയറിയിൽ എവിടൊക്കെ ക്യാമറ ഉണ്ടെന്ന് എഴുതി വെച്ചിരുന്നു. അപ്പം ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെയാണ് സഞ്ചരിച്ചത്. പിന്നെ അയാളുടെ കയ്യിൽ 2 വണ്ടി ഉണ്ടായിരുന്നു. ആദ്യം പിക്കപ്പ് ചെയ്ത വണ്ടി കൂടെ അല്ല, ലാസ്റ്റിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തപ്പം വേറൊരു വണ്ടിയായിരുന്നു. ഈ പയ്യൻ മീൻസ് ഈ കിഡ്നാപ്ഡ് കിഡിൻ്റെ സഹോദരൻ കണ്ട് ഐഡന്റിഫൈ ചെയ്ത കാറല്ല ലാസ്റ്റില് മോളെ കൊണ്ട് ആശ്രാമത്തിൽ ഇറക്കി വിട്ടത്. ഈ പിക്ചേഴ്സ് ഓർമ്മ ഉണ്ടോ സർ? Yes. അപ്പോൾ ഇതിന് കുറേ സ്റ്റോറികൾ വന്നിരുന്നറിയാം. കുറേ സ്റ്റോറികൾ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കാണ്. ഈ അനുപമ എന്ന് പറയുന്ന ഗേളിന് പത്രം പറഞ്ഞത് ഷീ വാസ് ഏർണിംഗ് പ്രോബ്ലി 5 lakhs to 6 lakhs rupees per month ത്രൂ യൂട്യൂബ് എന്ന്. അവൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. ആദ്യത്തെ ദിവസങ്ങൾ വന്നതൊക്കെയാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അതിനകത്ത് ബാക്കിൽ കുറേ ഓടുമായിരുന്നു. അപ്പം അതിൽ പറഞ്ഞിരുന്നത് ആ ഗേൾ വാസ് ഏബിൾ ടു സ്പീക്ക് ഇൻ ഫണ്ടാസ്റ്റിക് അമേരിക്കൻ ഇംഗ്ലീഷ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പം പറഞ്ഞ് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ അവൾ എന്ത് ചെയ്ത് ഇമ്പോസ് ചെയ്താണ്, വോയിസ് ഇമ്പോസ് ചെയ്തുകൊണ്ടാണ് അനുപമയുടെ സൗണ്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ what you call the sentences ആയിരുന്നു. Therefore she could have right American accent and that particular sentences. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെസ്റ്റേണേഴ്സ് വെർ വാച്ചിങ്. ഈ ഗേൾ വാസ് മേക്കിംഗ് വീഡിയോസ് ഓൺ വെസ്റ്റേൺ സിനിമ ആക്ടേഴ്സ്. അപ്പം അത് ഒരുപാട് പേര് വാച്ച് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് യൂട്യൂബ് സ്റ്റാർട്ടഡ് പേയിങ് 2 lakhs 3 lakhs 5 lakhs എന്നൊക്കെ പറയുന്നുണ്ടെന്ന്. ലാസ്റ്റിൽ അവൾക്ക് സെപ്റ്റംബർ എന്തോ വന്നപ്പോൾ യൂട്യൂബ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് എ ഫേക്ക്. ദെൻ ദേ സ്റ്റോപ്ഡ് ഗിവിങ് മണി. ദെൻ ആൾട്ടർനേറ്റീവ്ലി ഇത് ഇങ്ങോട്ട് പോയി. ഇതെല്ലാം പറഞ്ഞതാറ്? സംബഡി സ്റ്റാർട്ടഡ് മേക്കിംഗ് എ സ്റ്റോറി. അവരുടെ താരം ചോദിച്ചില്ല. ഈ അനുപമയുടെ ചോദിച്ചിട്ട് അനുപമ ഇത് ഈ കാര്യം കൊണ്ടാണ് നീ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിരുന്നാൽ അന്ന് ഇൻ കേസ് ഇഫ് അനുപമ വുഡ് ഹാവ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് വി വുഡ് ഹാവ് അക്സെപ്റ്റഡ്. പക്ഷെ ഇത് പലരും പല രീതിയിൽ ഈ സ്റ്റോറി ഉണ്ടാക്കുകയാണ്. ഈ സ്റ്റോറി എന്തിനാണ് അവർ ഉണ്ടാക്കുന്നത്? ഈ സജീഷാർ പറഞ്ഞ പോലെ ഒരു സെൻസേഷൻ, അവൻ്റെ പത്രം അവൻ്റെ ന്യൂസ് അത് ചെയ്യാൻ വേണ്ടി അവൻ സെൻസേഷൻ ഉണ്ടാക്കുകയാണ്. ഈ സെൻസേഷൻ എല്ലാം നമ്മൾ അതിനകത്ത് ഫുള്ളും അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിനും നമ്മൾ സ്റ്റോറി ടെല്ലറായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ്. എങ്ങനെ സ്റ്റോറി ടെല്ലറായിട്ട് കൺവെർട്ട് ചെയ്യാണ്? അത് കിട്ടിയപ്പം ഇപ്പം ഞാൻ പറഞ്ഞ വാക്ക് അതാണ്. അനുപമ വാസ് ഡ്രോയിങ് 2 lakhs 3 lakhs 5 lakhs എന്ന് എനിക്ക് ഒരു സ്റ്റോറി കിട്ടിയപ്പോൾ അതിലിരുന്ന് ഞാൻ വേറൊരു സ്റ്റോറി ഫോം ചെയ്ത്. എന്ത് സ്റ്റോറി? സാബു സാർ യൂട്യൂബിൽ ഒരുപാട് ചെയ്തപ്പോൾ സാറിന് 5 lakhs 10 lakhs 20 lakhs കിട്ടാൻ വേണ്ടി സാറ് ചെയ്യുന്നതാണോ? ഒരു സ്റ്റോറി ഞാൻ ഉണ്ടാക്കിയല്ലോ. റോയ് സാർ ശരിയാണോ? അതെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റോറി ഒരു കോർണറിൽ കിട്ടുമ്പോൾ നമ്മുടെ മൈൻഡ് ഈസ് ട്രൈയിങ് ടു പ്ലേ എ ഫണ്ടാസ്റ്റിക് സ്റ്റോറി ടെല്ലർ അൺവാണ്ടഡ്ലി. സാറിന് കിട്ടുവാണെങ്കിൽ കിട്ടിയിട്ട് പോട്ടെ, എനിക്കെന്ത്. സാറും ഞാനും ട്രിവാൻഡ്രത്താണെങ്കിൽ സാറിൻ്റെ അടുത്ത് ഒരു ചായ വാങ്ങിക്കാൻ പറ്റുന്നു. സാറ് ട്രിവാൻഡ്രത്തല്ല, സാറ് കോട്ടയത്തിലാണ്. പിന്നെ അവിടെ പോയാൽ മാത്രമേ ചായ കിട്ടത്തുള്ളൂ. Then what am I benefited? Okay, എൻ്റെ ഗുഡ് ഫ്രണ്ട് ഹു ഇസ് ഗോയിങ് ടു ഏൺ ഇൻ കേസ് ഇഫ് ഹി ഏൺസ്. ഇല്ലെങ്കിൽ പോട്ട്, സാർ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ചായ വാങ്ങിച്ചു കൊടുക്കാം. ഇത്രയല്ലേ ഉള്ള കാര്യം എന്ന് വിചാരിച്ചാൽ ദാറ്റ് സ്റ്റോറി ഈസ് എൻഡ്. നമ്മളെ മനസ്സിലാക്കാതെ നമ്മൾ എന്നും സ്റ്റോറി അടുത്ത ആളെ കുറിച്ചാണ് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മളെ കുറിച്ചുമല്ല.
Second point is most important. We always try to tell story about somebody else. എന്നെ കുറിച്ച് ഞാൻ സ്റ്റോറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുഴപ്പമില്ല. ദാറ്റ് ഇസ് സെഡ് ടു ബി മോർണിംഗ് അഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് മാറ്റാം. അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആള് നെഗറ്റീവ് പോയിന്റ്സ് ആണ് പറഞ്ഞത്, അതിനെ കൺവെർട്ട് ചെയ്യാൻ ഹൗ ടു മേക്ക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ ദിനേശ് ശങ്കരൻ സാർ ഇപ്പോൾ 4 ദിവസമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി 2 ദിവസം നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. അതല്ലെങ്കിൽ കം ടു മീ, ഐ ഷാൽ ടെൽ യു. ബട്ട് എ സിമ്പിൾ തിങ് ഈസ് വി ഓൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവർ മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർ. But what type of storyteller? Simple, unwanted storyteller. In case if it tells a story, നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ആ സ്റ്റോറി കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മുടെ സമയത്തിനെ തിന്നുന്നു, നമ്മളെ അൺവാണ്ടഡ്ലി ചിന്തിപ്പിക്കുന്നു, നമ്മളെ മിസ്ഡയറക്റ്റ് ചെയ്യുന്നു. എന്ത് മിസ്ഡയറക്ഷൻ ചെയ്തു? അതിനാണ് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞത്. ഞാൻ ആ അനുപമയുടെ കേസ് കേട്ടപ്പോൾ അനുപമ യൂട്യൂബിൽ കൂടെ പൈസ ഉണ്ടാക്കി എന്ന് ചോദിച്ചപ്പോൾ സാബു സാർ പൈസ ഉണ്ടാക്കുന്നല്ലേ എന്ന് ഞാൻ അനാവശ്യമായിട്ട് ലിങ്ക് ചെയ്യാൻ പോയി. ബിക്കോസ് എ യൂട്യൂബർ ക്യാൻ മേക്ക് മണി എന്ന് മാത്രം എനിക്കറിയാം. ദാറ്റ് ഈസ് റൈറ്റ് എന്ന് കണ്ടെത്തി. ബട്ട് ഐ ആം ട്രൈങ് ടു മേക്ക് എ സ്റ്റോറി അൺവാണ്ടഡ്ലി. നമ്മുടെ സ്റ്റോറി പോസിറ്റീവ് ആണെങ്കിലോ സാറേ? നമ്മുടെ സ്റ്റോറി പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകുന്നില്ലല്ലോ സാർ. സാർ നമ്മുടെ സ്റ്റോറി അല്ല, സ്റ്റോറി എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ തന്നെ സാർ പറയുക ഇല്ലാത്ത ഒരു കാര്യമാണ്. അല്ല, നമ്മൾ വാട്ട് വി തിങ്ക് അബൌട്ട്, വാട്ട് ഈസ് ദെയർ ഇൻ അവർ മൈൻഡ് ഈസ് എ സ്റ്റോറി, യു നോ. സ്റ്റോറി ആകണമല്ലോ സാർ, റിയാലിറ്റി ആകാമല്ലോ സാർ. ഇപ്പൊ എന്റെ മുമ്പിൽ കുറെ പേര് സൂമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ ലിസണിങ്, ദേ ആർ ഹിയറിങ്, ദേ ആർ വിഷ്വലൈസിങ് എന്ന് ഞാൻ പറയുന്നത് സ്റ്റോറി അല്ലല്ലോ സാർ. ഇപ്പൊ സജി സാറിന് ഞാൻ ആൻസർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സജി സാറുമായിട്ട് ഞാൻ സംവാദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോറി അല്ലല്ലോ. ദാറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മളെ കുറിച്ച് കൂടുതൽ റിയാലിറ്റിയിലാണ് പോകുന്നത്. എക്സെപ്റ്റ് സംടൈംസ് വെൻ യു തിങ്ക് ഓൺ ആങ്സൈറ്റി, ഫ്യൂച്ചറിസ്റ്റിക് തിങ്കിങ് വരുമ്പോൾ ചിലപ്പം സാറ് സ്റ്റോറി വയ്ക്കാം. അല്ലെങ്കിൽ സാറിന് കിട്ടാത്ത ഒരു ഏരിയ, ഇപ്പം അച്ഛൻ്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും ഞാൻ അതിനകത്ത് വേണമെങ്കിൽ പറഞ്ഞു തരാം. ഈ ഞാൻ ബേസിക്കലി ഫ്രം തമിഴ് ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങളുടെ തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ സ്ത്രീകളുടെ ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേച്ചാൽ മുറ്റം അടിക്കണം, അത് കഴിഞ്ഞ് ചാണകം വച്ച് മെഴുകണം മുറ്റം. അന്ന് സിമെന്റ് സിസ്റ്റം ഇല്ല. അപ്പം ഫ്രണ്ടിലുള്ള ഏരിയയിൽ ഓവർ ഡസ്റ്റ് വരാൻ പാടില്ല, അതിനു വേണ്ടിയാണ് ആ സിസ്റ്റം വെച്ചിരുന്നത്. അത്ര വരെ എനിക്കറിയാം. പക്ഷെ കോലം ഇടണം, എല്ലാ ദിവസവും വീടിനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഫ്രണ്ടിൽ കോലം ഇടണം. ഈ കോലം എന്തിനാണ്? അവരുടെ ടൈം കില്ലിംഗ് ആണ്. പിന്നെ കുറച്ചു പേര് പറഞ്ഞു തന്നു, ആ കോലം എന്ന് പറഞ്ഞാൽ പണ്ട് മാവ് കൊണ്ട്, അരിമാവ് കൊണ്ട് ഇടും, അത് ഉറുമ്പിനും പക്ഷികൾക്കും ആഹാരമായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ദാറ്റ് മൈറ്റ് ബി ഓൾസോ സ്റ്റോറി. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ റാ ആയിട്ട്, നമ്മൾ ഇത്രയും ഒരു നൈസായിട്ട് പൊടിച്ചിട്ട് ഇവർ കൈ കൊണ്ടിടുന്ന പോലെ കുറച്ചുകൂടെ റഫായിട്ടുള്ള ക്രിസ്റ്റൽസ് ആയിട്ട് ഇട്ടിരുന്ന കുറച്ച് പക്ഷികൾ കഴിക്കുമ്പോൾ അവർക്ക് പ്രോബ്ലം വരത്തില്ല. ഉറുമ്പുകൾക്ക് വേണമെങ്കിൽ ഉറുമ്പുകൾക്കും സ്മോൾ ക്രിസ്റ്റൽസ് ആണ് ആവശ്യം, അല്ലാതെ വെറും ഡസ്റ്റി പൗഡർ അല്ല ആവശ്യം. ഇങ്ങനൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് ദെൻ ഐ ഫൗണ്ട് ഔട്ട് ഇറ്റ് മൈറ്റ് ബി എ സ്റ്റോറി. സജി സാർ, ഐഡിയ കിട്ടിയോ? ഐ മേ ബി റോങ്, കൈൻഡ്ലി കറക്റ്റ് മീ. ഓക്കെ സാർ. അപ്പൊ ഇങ്ങനെ പഴയ കാര്യങ്ങളിൽ നമുക്ക് കിട്ടാത്ത ഉത്തരങ്ങൾക്ക് പലതും ചെയ്ത് കാണും. ചിലപ്പോൾ ഉത്തരം കിട്ടിക്കാണും, ഉത്തരം കാണും. ഇപ്പൊ ഞാൻ എന്നെ എക്സ്പ്ലിസിറ്റ്ലി പറയാറുണ്ട്, ഞാൻ പഠിച്ച മൈൻഡ്ഫുൾനെസ് പബ്ലിക്കിന്റെ എല്ലാവരുടെ കയ്യിലും എത്തിച്ചേരണം വിത്തൗട്ട് മേക്കിംഗ് ഈവൻ എ സിംഗിൾ പെന്നി ഇൻ മൈ പോക്കറ്റ്. ബിക്കോസ് ഈ പണ്ടത്തെ വൈദ്യന്മാർ അവർ മെഡിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു പൈസ വാങ്ങിക്കില്ല. റോയ് സാർ അങ്ങനെയല്ലേ സാർ? പണ്ട് അവർ പൈസ വാങ്ങിക്കില്ല. അങ്ങനെ നമുക്ക് പൈസ ആവശ്യമാണെങ്കിൽ, അല്ല പൈസ അദ്ദേഹത്തിന് കഞ്ഞി കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈവ്ലിഹുഡ് ആ പൈസ വാങ്ങിച്ചാലാണ്. പക്ഷെ പൈസ കൈ കൊണ്ട് വാങ്ങിക്കില്ല. അവർ മുമ്പിൽ ഏതെങ്കിലും ഉണ്ടിയിൽ വെച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഫോട്ടോ വെച്ച് ദൈവത്തിന്റെ സൈഡിൽ വെച്ചിട്ട് ഒരു ഫ്രണ്ടിൽ ഒരു ഷീറ്റ് വെച്ചിരിക്കും, അതിലിട്ടിട്ട് പോയിക്കോന്ന് പറയും.
അപ്പൊ ദേ ഏൺ മണി ഓൺലി എത്തിക്കലി. അപ്പൊ ഇത് ഇത്രയും ഉള്ളപ്പോൾ അവർ പറഞ്ഞ സ്റ്റോറീസ് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഓൺ വ്യൂസ് ഉണ്ട്, വേർഷൻസ് ഉണ്ട്. ഈ വേർഷൻസ് മേ മാച്ച്, മേ നോട്ട് മാച്ച്. ബട്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കുകയാണ്. കമ്പൽസറി ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് ഈ വൈകിട്ട് എല്ലാ ടെലിവിഷനിലും അടി വയ്ക്കുന്നതിന് കേൾക്കുമ്പോൾ ഈ 3 പേരിരുന്ന് 3 കാര്യങ്ങൾ പറയും. 3 പേരും അവരവരുടെ സൈഡിൽ ശരിയാണ്, അവർ തെറ്റല്ല. ബിക്കോസ് ദാറ്റ് ഈസ് ഈ സ്റ്റോറി. സെക്കൻഡ് പാർട്ടി സ്റ്റോറി, തേർഡ് പാർട്ടി സ്റ്റോറി. അപ്പം യു ടേക്ക് ഓൾ ദ 3 സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട് എ 4th സ്റ്റോറി. ഇതാണ് മൈൻഡ് നമ്മളെ അനാവശ്യമായിട്ട് പ്രോബ്ലത്തിൽ വരുന്നത്. ഈ പ്രോബ്ലത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? യു വിൽ ഹാവ് ആങ്സൈറ്റി. താങ്കളുടെ മൈൻഡ് ആങ്ഷ്യസ് ആയിട്ട് മാറും. ഓ, ഇങ്ങനെ ആയിരിക്കുമോ? അപ്പോൾ പോലീസ് ഇന്ന് വൈകിട്ട് റെയ്ഡ് ചെയ്യുമോ? റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് റോഡിന് ക്ലോസ് ചെയ്യുമോ? ക്ലോസ് ചെയ്താൽ എനിക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്താൻ കഷ്ടപ്പെടും. ഇതൊന്നുമല്ലെങ്കിൽ ലിവ് ഇൻ ദ പ്രസന്റ് വിത്ത് കാംനെസ്. എത്ര സിമ്പിളറായ കാര്യം കാംനെസ്സിനെ കൊണ്ടുവരണമെങ്കിൽ, ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞു, ഇഫ് യു മെഡിറ്റേറ്റ് ഇറ്റ്, ഇഫ് യു ഡു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, യു ക്യാൻ ബ്രിങ് യുവർ മൈൻഡ് ടു കാംനെസ്. അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ പറഞ്ഞതെന്ന്, അടുത്ത ദിവസം സാർ ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു ക്ലാസ്സിലാണ്, തിരിച്ചു വിളിച്ചു തരട്ടെ, ഒരു 15 മിനിറ്റ്, അരമണിക്കൂർ കഴിഞ്ഞിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സിമ്പിളറായിട്ട് പറയുന്നത്, ഈ കാംനെസ് cannot be achieved that easily because your mind is a ruminator, your mind is a negative thinker, your mind is a storyteller. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിങ്ങിന് ഫസ്റ്റ് ഞാൻ എടുത്തതിൻ്റെ റീസൺ, ഈ സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഈസിലി പിക്കപ്പ് ആകും. അപ്പം നമ്മുടെ മൈൻഡിനെ ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലെ സെഷൻ എടുക്കുമ്പോൾ, സെഷൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ, you please attend to your breath, inhaling and exhaling. അതിൻ്റെ റീസൺ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ യുവർ മൈൻഡ് വിൽ ട്രൈ ടു റൺ ഔട്ട് ഓഫ് യു. പല കാര്യങ്ങൾ വേറെ വേറെ ലോകത്തിൽ പോയി അന്വേഷിച്ചിട്ട്, അല്ലെങ്കിൽ 1995 എന്ത് സംഭവിച്ചു, 2010 എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു, കൂട്ടുകാരന് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പലതും അന്വേഷിച്ചു പോയി അവിടെ നിന്ന് തിരിച്ച് ചിലപ്പോൾ വന്നില്ല എന്ന് പറയും. പോവും, നമ്മുടെ തോട്ട് പ്രോസസ് ഓൾവേസ് വിൽ ട്രൈ ടു ജമ്പ് ഔട്ട് ഓഫ് us. അപ്പം അവിടെ നിന്ന് തിരിച്ച് ഇമ്മീഡിയറ്റ്ലി കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ട് അറ്റൻഡ് ടു യുവർ ബ്രത്ത് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, ട്രൈ ടു ബ്രിങ് യുവർ മൈൻഡ് വിത്തിൻ യുവർ പർവ്യൂ, ബൈ വിച്ച് യു വിൽ ഗെറ്റ് കാംനെസ്. ആ കാംനെസ് വന്നു കഴിഞ്ഞാൽ ഫർദർ, if you sit on meditation, it will be easier. താങ്കൾക്ക് ഓരോരുത്തർക്കും എളുപ്പമായിരിക്കും. അതല്ല, ഞാൻ വർഷങ്ങളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു, ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു അച്ചീവ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസൺ അതാണ്. വെൻ ഐ സിറ്റ് ഓൺ മെഡിറ്റേഷൻ, ഐ തിങ്ക് ആണ് ഓൺലി വൺ പാർട്ട് ഓഫ് മൈ ഏരിയ, അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒരു ഭാഗം മാത്രം ഐ ആം ട്രൈങ് ടു കൺട്രോൾ ഇറ്റ് ത്രൂ സം അതർ പ്രഷർ, ബട്ട് അതർ ഏരിയ ഐ ആം നോട്ട് yet touching it. അപ്പം ദ ഹോൾനെസ് എന്ന് പറയുന്ന ഒന്നിന് നമ്മൾ എത്തിച്ചേരണം. നമ്മൾ ഹോൾനെസ് അറ്റ് എ ടൈം എടുക്കുവാണെങ്കിൽ അതിനെ മൈൻഡ്ഫുൾനെസ്സിനല്ല, റേഖയിലോ എന്തിലോ എന്ന് പറയും, 1 for all, all for one. അത് ഏതിലാണ് സർ? NLP-യിലാണോ സർ? എനിക്കൊന്ന് NLP-യിലാണ് തോന്നുന്നു. ഞാൻ ഈ പല സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അതുപോലെ 1 for all, all for one അല്ലേ? ഏതോ ഒരു സിസ്റ്റത്തിൽ ഞാനിത് അദ്ദേഹം ക്യാരി ഓൺ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് സിസ്റ്റം എന്ന് ഞാൻ വിട്ടുപോയി. 1 for all, all for one. ലോകത്തിൽ നീ ബാക്കിയുള്ളവർക്ക് വേണ്ടി ആണ് ജീവിക്കുന്നത്, ബാക്കിയുള്ളവർ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നിനക്ക് ആഹാരം കിട്ടാൻ വേണ്ടി ആരോ ഒരു കർഷകൻ അവിടെ പണിയെടുക്കുന്നുണ്ട്. ആ കർഷകന് അല്ലെങ്കിൽ വേറൊരാൾ ജീവിക്കാൻ വേണ്ടി നീ അവനക്ക്
കടയിൽ പൈസ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് അല്ലേ? ആ തിയറി എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. 1 for all for one. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ മൈൻഡിൽ വി ഷുഡ് ബി ലിറ്റിൽ ക്ലിയർ അബൌട്ട് അവർ മൈൻഡ്. അപ്പം നമ്മുടെ മൈൻഡിനെ കുറച്ചായിട്ട് നല്ല ഏരിയയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ കുറേ പണികൾ ചെയ്യണം. സിമ്പിളായിട്ട് എല്ലാ ദിവസവും പോയി കസേരയിലിരുന്ന് ഞാൻ കുറേ സമയം മെഡിറ്റേറ്റ് ചെയ്ത് പിന്നെയും 2 മിനിറ്റ് ഞാൻ ക്ലിയർ ആയിരുന്നു, അത് കഴിഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡിന് പലരും കൊടുക്കുന്ന ഒരു അഡാഷ് എന്ന് പറഞ്ഞാൽ മങ്കി മൈൻഡ് എന്നാണ്. മൈൻഡ് ഈസ് എ മങ്കി മൈൻഡ്. അല്ലെങ്കിൽ ഒരു 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 സന്യാസി പറഞ്ഞ ബ്ല 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 എന്ന് എപ്പോഴും ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മൈൻഡ് എന്ന്. മൈൻഡ് എന്തെങ്കിലും ഒരു പണികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും അൺവാണ്ടഡ്ലി. ചെയ്യാതിരിക്കണമെങ്കിൽ യു ഷുഡ് ബ്രിങ് ലിറ്റിൽ മോർ കാംനെസ്. വെൻ യു ബ്രിങ് കാംനെസ്, mind will come to steady and stable condition. If it comes to a stable condition, your blood circulation is going to be in a normalized level. If it is in normalized level, your heart is going to beat normally, not abnormally. Palpitation കൂടത്തില്ല. പൽപിറ്റേഷൻ വരാതിരുന്നാൽ എപ്പോഴും സിമ്പിൾ സിസ്റ്റമായിട്ട് ഓടിക്കൊണ്ടിരുന്നാൽ താങ്കളുടെ ഹാർട്ടിനും ലങ്സിനും ഡീവിയേഷൻസ് വരത്തില്ല. ഡീവിയേഷൻസ് വന്നാൽ മാത്രമേ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ എക്സ്ട്രാ പൽപിറ്റേഷനോ പ്രോബ്ലമോ വരും. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എനർജി ലോസ് നമ്മുടെ ദേഹത്ത് കുറച്ച് കഴിഞ്ഞാൽ കാണും. അപ്പോൾ എനർജി എപ്പോഴും റെപ്ലനിഷ്ഡ് ആയിരിക്കണമെങ്കിൽ യു ഷുഡ് ബി കാമർ. ടു ബിക്കം കാമർ യു ഷുഡ് ബി അവെയർ ദാറ്റ് അവർ മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർ. അപ്പം പല സ്റ്റോറികൾ വന്നാൽ ഐ വിൽ കം ബാക്ക് ടു അഗൈൻ സുരേഷ് ഗോപി സ്റ്റോറി. സുരേഷ് ഗോപിയുടെ മോളിനെ കല്യാണത്തിന് പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നിരുന്നു. ആ പാർട്ടിയുടെ വോട്ട് കൂട്ടാൻ ആയിക്കോട്ടെ, എനിക്കെന്താ. അങ്ങേറെ സുരേഷ് ഗോപിയുടെ കൂടെ സ്നേഹം കൂടിയതുകൊണ്ട് മോളിൽ അറ്റൻഡ് ചെയ്തു. ഓക്കെ. അപ്പം അടുത്ത ചോദ്യം ഞാൻ അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചോദിക്കാത്തത് എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് ഇന്നത്തെ ടെലിവിഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഹി ഹാസ് നോട്ട് അറ്റൻഡഡ് many important persons family marriage. ഇതിന് മാത്രം പ്രത്യേകിച്ച് വന്ന്. അപ്പം അതിന് സരസ്വതി മാം പറഞ്ഞതിന് ഞാൻ ഒരു 10% അക്സെപ്റ്റ് ചെയ്യുന്നു. മേ ബി അദ്ദേഹം ഒരു പോളിറ്റിക്സ് കളിച്ചതായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ശരിയാണ്, എല്ലാവരും പറയുന്ന സ്റ്റോറിയും ശരിയാണ്. ബട്ട് എന്ത് സ്റ്റോറിനും ഞാൻ എന്തിനാ എൻഡോസ് ചെയ്യാൻ പോകുന്നു നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വി വിൽ ലിവ് പീസ്ഫുള്ളി, സിംപിളി. നമ്മൾ സിമ്പിൾ മനുഷ്യനായിരിക്കാം. സിമ്പിൾ ആൻഡ് ഹംബിൾ എന്ന് എപ്പോഴും പറയത്തില്ലേ. നമ്മൾ ഓരോന്നിനും പുറകെ ഓടുമ്പോഴാണ് ഇപ്പൊ സരസ്വതി മാം പറഞ്ഞ് അത് പൊളിറ്റിക്കൽ ഇതായി. അയ്യോ, അപ്പം പൊളിറ്റിക്കൽ ആണെങ്കിൽ ഐ ഷുഡ് ടെൽ കോൺഗ്രസ് പീപ്പിൾ ടു പ്രിവെന്റ് ഇറ്റ്. ഐ ഷുഡ് ടെൽ CPM പീപ്പിൾ ടു പ്രിവെന്റ് ഇറ്റ്. അപ്പം അതിനെ ഓർത്തന്നെ വിളിച്ച് പറയും, എടാ നീ നിന്റെ വോട്ട് ചോറാൻ ചാൻസ് ഉണ്ട്, പ്രധാനമന്ത്രി ഉണ്ട്, അപ്പം നിങ്ങൾ അതിനകത്ത് വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യൂ എന്ന് പറയണം. അല്ലെങ്കിൽ പ്രതാപനെ വിളിച്ച് പറയണം, നിന്റെ തൃശ്ശൂർ കുറച്ച് ഇപ്പം ഹാങ്ങിങ് ആണ്, നീ എന്തെങ്കിലും കുറച്ചുകൂടെ ചെയ്യണമെന്ന്. ഇങ്ങനൊക്കെ നമ്മൾ പിന്നെ സ്റ്റോറി ഉണ്ടാക്കാൻ തുടങ്ങും. സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദാറ്റ് അതർ പാർട്ടി ആണെങ്കിൽ എനിക്ക് ആങ്സൈറ്റി കൂടും. എനിക്ക് ആങ്സൈറ്റി കൂടുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും. എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ എൻ്റെ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്തർ ആയിരിക്കില്ല. എൻ്റെ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്തർ ആയിരിക്കില്ലെങ്കിൽ എൻ്റെ ബ്രെയിനിന് പ്രോബ്ലം വരും, എൻ്റെ ദേഹത്തിന്, എൻ്റെ ഫിസിക്കലിന് പ്രോബ്ലം വരും, എൻ്റെ ഇന്നർ ബോഡീന് പ്രോബ്ലം വരും. ഇതെല്ലാം ഞാൻ പ്രാക്ടിക്കലി ഡേ ഫോർ എസ്റ്റഡേസിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. സൺഡേ സംഭവിച്ചതാണ്. എൻ്റെ ഒരു കൊളീഗ്, ഓക്കെ, ഞാൻ കുറേ ഏരിയയിൽ വിട്ടിരുന്നു, നിങ്ങളുടെ ഏരിയയിലും വിട്ടിരുന്നോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷീ ഈസ് ഓഫ് A negative blood group. She was having fever for 4 days or 5 days, 4 days roughly, and then fever was over. അദ്ദേഹം എൻ്റെ മീൻസ് ഓഫീസിൽ 2 ദിവസം വർക്ക് ചെയ്തു. 3-ാമത്തെ ദിവസം തലകറങ്ങി തിരിച്ച് ഹസ്ബൻഡ് വിളിച്ചോണ്ട് പോയി. അവർ വീട്ടിൽ വെച്ച് അവർ നടന്നു പോയി, അവർ ആശുപത്രിയിൽ പോയി കാര്യങ്ങൾ നോക്കിയിരുന്നു, മെഡിസിൻ കഴിച്ച് തിരിച്ച് പിറ്റേ ദിവസം എഴുന്നേക്കാൻ പറഞ്ഞപ്പം ബ്ലറായി ലുക്ക്, വിഷൻ ബ്ലറായിരുന്നു, അവർക്ക് നടക്കാൻ പറ്റിയില്ല. ദെൻ ഷി വാസ് ബീൻ ക്യാരിഡ് ടു എ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ. ഇത് പ്രാക്ടിക്കലി സംഭവിച്ചതാണ് കേട്ടോ. സൺഡേ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സൺഡേ മീൻസ് 3 days ബാക്ക്. ഷി വാസ് ബീൻ ഡിക്ലെയർഡ് ആസ് Miller-Fisher syndrome. It is a part of GBS, Guillain-Barré syndrome. Okay, ബിയുടെ ഫുൾ ഫോം ആണെങ്കിൽ ഞാൻ
കണ്ടെത്തി പറയാം. ഇത് ഒരു റയർ ഡിസീസ് ആണ്. അത് ആ റയർ ഡിസീസിനെ അവർ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, നോർമലി നമുക്ക് ഒരു അസുഖം വന്നാൽ നമ്മുടെ ബോഡിയിൽ ആ ഒരു വൈറസോ ബാക്ടീരിയ എക്സ്ട്രാ വരുമ്പോഴാണ് നമുക്ക് ഒരു അസുഖം വരുന്നത്. അതിനെ കിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓൺ ബോഡി കുറെ ആന്റിബോഡീസിനെ ഉണ്ടാക്കും. ആ ആന്റിബോഡീസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പം 100 ആന്റിബോഡീസ് കയറി, ഓക്കെ, അതിനെ ഗല്ലിയൻ ബാരെ സിൻഡ്രോം എന്നാണ്, BARRE, ഗല്ലിയൻ GBS എന്നാണ് അതിന് ഷോർട്ട്ലി പറയുന്നത്. അപ്പം GBSന്റെ ഒരു ഫോമാണ് മില്ലർ ഫിഷർ സിൻഡ്രോം, MFS. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മില്ലർ ഫിഷർ സിൻഡ്രോം വായിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് തോന്നിയത്. എന്താന്ന് പറഞ്ഞാൽ, 100 വൈറസ് കയറി നിൽക്കുവാണെങ്കിൽ നമ്മുടെ ദേഹത്ത് 100 ആന്റിബോഡീസ് ഉണ്ടാക്കി അതിനെ കൊല്ലും. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു 10-15 വരും. 10-15 ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ ക്വാറന്റൈൻ ചെയ്യും. ബൈ വിച്ച് ദ ബോഡി ഈസ് നോട്ട് ആക്ച്വലി സെൻസിങ് ദാറ്റ് ദർ ആർ സം ഡെഡ് സെൽസ്. ആ ഡെഡ് സെൽസ് അങ്ങനെ മാറിപ്പോവും. അത് മാറിയില്ലെങ്കിൽ, അത് സെൻസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഡെഡ് സെൽസിനെ കൊല്ലാൻ വേറെ കുറെ ആന്റിബോഡീസ് വരും. അവർ ഈ ഡെഡ് സെൽസിന് മുകളിൽ വീഴുന്നപ്പോൾ ഈ ഡെഡ് സെൽസ് അടുത്ത സെല്ലിൽ ചറിഞ്ഞു വീഴുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ അതിൻ്റെ മൗത്ത് ഓപ്പൺ ആകാതെ ആ സെല്ലും ചാകും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയാണ് ക്യാൻസർ സെൽസ് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് അവർ പറയുന്നത്. ഇറ്റ്സ് എ ഹാർമോണിക് ഡെവലപ്മെന്റ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൽ ഇദ്ദേഹം പറഞ്ഞു തന്നത്, ഈ മില്ലർ ഫിഷർ സിൻഡ്രോമിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, 100ന് 100 ഡെവലപ്പ് ചെയ്യും. സംടൈംസ് തിങ്കിങ് ദാറ്റ് ഈസ് 100 ടൺ ആന്റിബോഡി സെൽസ് പ്രൊഡ്യൂസ് ആവും. ഈ സെൽസിൽ 100 കഴിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി 10 സെൽസ് ഇരിക്കുന്നതിന് ഓപ്പോസിറ്റിൽ നോക്കിയിട്ട് നമ്മുടെ മസിലിന് തന്നെ അത് തിന്നാൻ തുടങ്ങും. ആ 10 സെൽസ് തിന്നും. അപ്പം ആ 10ന് അഡീഷണൽ ആയിട്ട് 10 സെൽസ് വിൽ ഗെറ്റ് ഡൈഡ്. ആ 10 സെൽസിന് അഗൈൻ ഡെഡ് സെൽസ് എന്ന് മനസ്സിലാക്കും. ക്വാറന്റൈൻ ആയില്ലെങ്കിൽ അതിന് മനസ്സിലാക്കാൻ വേറൊരു 10-50 വരും. അത് പിന്നെയും തിന്നും. അങ്ങനെ ഒരു ബോഡി വീക്ക് ആയതാണ് മില്ലർ ഫിഷർ സിൻഡ്രോം എന്ന് പറഞ്ഞു. Then I started analyzing that what might be the cause to arise of such a Miller Fisher syndrome. Simpler ആണ്. നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നു? ഒരു തലവേദന കേസിലോ അല്ലെങ്കിൽ എക്സ്ട്രാ ആങ്ഷ്യസ് ആണ്, ഓവറായിട്ട് ആങ്ഷ്യസ് ആകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കണ്ടെത്തിയത്. സിംപ്ലറാണ്. Therefore, my humble request is, by knowing that your brain is a storyteller, നീ സ്റ്റോറി ടെല്ലറായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ടെൽ എനി സ്റ്റോറി ടു മീ. വായ അടച്ചോണ്ട് അവിടെ ഇരിക്കടാ എന്ന് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ you are going to come out of all the conflicts. പ്രശ്നങ്ങളിൽ ഒഴിവായി കുറച്ചുകൂടെ സ്മൂത്തറായിരിക്കും. പ്രശ്നങ്ങളില്ലെങ്കിൽ you are going to be in stable condition. If you are going to be in stable condition, you are going to be in calm condition. If you are in calm condition, it will be much easier for you to do meditation. If you are much easier to do meditation, you are going to again achieve mindfulness. If you achieve mindfulness, you will achieve positivity. If you achieve positivity, you will reach to a happy state of life. ശരിയാണോ സർ? Yes, അപ്പം sir. ഇതാണ് ഈ സ്റ്റോറി ടെല്ലറിന് ഞാൻ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. നോർമലി എനിക്ക് തോന്നുന്നു സൈക്കോളജിസ്റ്റിന് പോലും ഈ കഥ പറഞ്ഞു കൊടുത്ത് കാണത്തില്ല. ഇതൊക്കെ ഞങ്ങൾ കുറേ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറച്ച് പൊട്ടിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇവിടൊക്കെ പ്രോബ്ലം വരുന്നത്. എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ അൺവാണ്ടഡ്ലി പല സ്റ്റോറികൾ നമ്മൾ ഉണ്ടാക്കുന്നത് നിർത്തുവാണെങ്കിൽ തലവേദന ഇല്ല. രണ്ടുപേരും അടി വെച്ചുകൊണ്ടിരിക്കുക മാർക്കറ്റിൽ അല്ലെങ്കിൽ റോഡിൽ, ഞാൻ ഈ ഭാഗത്തേ പോകാതെ അത് എന്തോന്നും സംഭവിക്കുന്നു, ഞാൻ എന്തിനാ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോയാൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ അയ്യോ മറ്റവൻ അടി കൊണ്ടു, അയ്യോ കൂടുതൽ അടി കൊണ്ടു, ഇവൻ കൂടുതൽ അടിച്ചു. ഈ പ്രോബ്ലം അടി കൊണ്ടവനെ കുറിച്ച് നമുക്ക് എമ്പതി കൂടിക്കൊണ്ട് പോകും. അവനെ രക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, നമ്മൾ ആശുപത്രി പോകും അല്ലെങ്കിൽ പൈസ കളയണം. ഇങ്ങനെ നമ്മുടെ സമയം പോകും, നമ്മുടെ മണിയും പോകും, നമ്മുടെ എഫേർട്ടും പോകും. സോ പ്ലീസ് ബി. പക്ഷേ സാറേ,
ആ. പക്ഷേ പല കാര്യങ്ങളിൽ നമുക്ക് ഇടപെട്ടെങ്കിലല്ലേ നമുക്കൊരു അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പായിട്ട് വല്ല ഇടപെടാൻ പറ്റിയെങ്കിൽ നല്ലതല്ലേ? നമ്മൾ വിട്ടു നിന്നാല് സാർ story- ഞാൻ പറഞ്ഞ സ്റ്റോറി ചിലപ്പം പെർഫെക്റ്റ് ആയി കാണത്തില്ല. എൻ്റെ ഫ്ലോയിൽ ഞാൻ ഒരു റോട്ടിൽ രണ്ടുപേർ അടി കൊള്ളുന്നു, ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ് എന്ന് ഞാൻ പറഞ്ഞതിന് പെർഫെക്റ്റ് ആയിട്ട് സാർ എടുക്കണ്ട. ഞാൻ സ്റ്റോറി ടെല്ലറിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പല സമയങ്ങളിൽ വി ആർ എ സോഷ്യൽ അനിമൽ, വി ആർ സപ്പോസ് ടു ബി പാർട്ട് ഓഫ് ദ സൊസൈറ്റി, വി ആർ സപ്പോസ് ടു ഗീവ് ഹെൽപ്പിംഗ് ഹാൻഡ് ടു വൺ അനദർ. ഞാൻ പറഞ്ഞ എ നെഗറ്റീവിന് യു ക്യാൻ സീ ദാറ്റ് പ്രോബ്ലി യു മേ ബി ഗെറ്റിംഗ് ആ ഫ്ലാഷ് കിട്ടുമായിരിക്കും. ബട്ട് ഞാൻ വിത്തിൻ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഡേറ്റ് 14/1/2024. സോ റിക്വയർഡ് എ നെഗറ്റീവ് ബ്ലഡ്, നെയിം ഓഫ് ദ പേഷ്യൻറ്റ് വിജയലക്ഷ്മി, നെയിം ഓഫ് ദ ബൈസ്റ്റാൻഡർ കാർത്തിക്കിൻ്റെ നമ്പർ കൊടുത്തു, ഡേറ്റും ഞാൻ കൊടുത്തു. എന്തെന്ന് പറഞ്ഞാൽ 2 മാസം 3 മാസം കഴിഞ്ഞിട്ടും അത് സർക്കുലേറ്റ് ആയി വരണത്. ഇന്നലെ രാത്രിയും പുതിയതായിട്ട് വേറെ ആർക്കും സർക്കുലേറ്റ് ആയി വന്നെന്ന് എൻ്റെ ഓഫീസിലുള്ള ആൾ തന്നെ പറഞ്ഞു. സാർ അയച്ച മെസ്സേജ് എനിക്ക് ഇന്നലെ രാത്രി പിന്നെയും വന്നു. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. അതെല്ലാം ഹെൽപ്പിംഗ് മൈൻഡാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എൻ്റെ ടുഡേസ് intention or session is just to remind you that your mind and my mind are storyteller. In case if you feel trapped by my storytelling, I will get held up. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഈ പേപ്പറിൽ വായിക്കുന്നത് അല്ലെ സുരേഷ് ഗോപിയുടെ മോളുടെ മാരേജ് ഇന്ന് ഗുരുവായൂരിലെ നടന്നത്, അത് സ്റ്റോറിയാണോ? അല്ല, ദറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി അൺലെസ് ഇറ്റ് ഈസ് ബീൻ പ്രൂവ്ഡ്. അത് സത്യമാണെന്ന് സാർ മനസ്സിലാകാത്ത കാര്യത്തോളം അത് സ്റ്റോറിയാണ്. അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് സ്റ്റോറിയാണ്. പക്ഷെ അത് സാറ് എസ്റ്റാബ്ലിഷ്ഡ് ന്യൂസ് കിട്ടുവാണെങ്കിൽ അത് സ്റ്റോറി അല്ല. അത്രേ ഉള്ളൂ സാറ്. സ്റ്റോറി ടെല്ലിന് നമ്മൾ ടോട്ടലി സീറോ ആക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മൈൻഡ് സ്റ്റോറി ടെല്ലറാണെന്ന് മനസ്സിലായാൽ നമുക്ക് തരുന്ന ഇൻപുട്ടിൽ എല്ലാ ഇൻപുട്ടുകളും അതേപടി എടുക്കരുത്. അങ്ങനെ എടുത്താൽ സംടൈംസ് ഐ മേ ഗെറ്റ് ഹെൽഡ് അപ്പ് സംവെയർ എൽസ് ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ പോകുന്ന മാർഗത്തിൽ കൂടെ എനിക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും ഞാൻ ഹെൽഡപ്പായി നിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആകുമെന്ന് ഞാൻ പറയുന്നില്ല. ഐ എം നോട്ട് ടെല്ലിങ് ഷാൽ, ഐ എം ടെല്ലിങ് മേ ബി. സാറേ, അപ്പൊ നമ്മള് കണ്ടമാനം മൈൻഡ്ഫുൾ ആയി പോയാൽ ഒരു സെൽഫിഷ് ആയി പോകാൻ സാധ്യതയുണ്ടോ? ഇല്ല സാർ, നമ്മൾ സെൽഫിഷേ ആകത്തില്ല. ഇപ്പം സാർ ഇളങ്കോയിനെ കുറിച്ച് ഒരിക്കലും ഞാനെന്ന് പറഞ്ഞ ഭാവം നമുക്ക് കുറയും സാർ. പക്ഷെ എന്റെ പ്രശ്നവും തേർഡ് പാർട്ടിയുടെ പ്രശ്നമായിട്ടേ ഞാൻ എടുക്കുള്ളൂ. ഇളങ്കോയുടെ പ്രശ്നം, ഇളങ്കോയുടെ കൈവേദനിക്കുന്നു. ലോകത്ത് നോക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ എത്രയോ പേർക്ക് കൈവേദനിക്കുന്നു, ഇവൻക്കും കൈവേദനിക്കുന്നു. എന്താണ് ഇളങ്കോ എന്ന് എൻ്റെ മൈൻഡ് വിൽ ടെൽ ഇളങ്കോ. ഞാൻ പല സമയങ്ങളിൽ 2 ഇളങ്കോയെ കണ്ടിട്ടുണ്ട്. ഒരു ഇളങ്കോ ഫിസിക്കൽ ബോഡി ഇളങ്കോ, വേറൊരു ഇളങ്കോ സബ് കോൺഷ്യസ് ഇളങ്കോ. 2 പേരെയും കൂടെ സംസാരിപ്പിക്കാറുണ്ട്. ഇപ്പം സാർ പറഞ്ഞല്ലേ ഇതേപോലെ എനിക്ക് കൈവേദനിക്കുകയാണെങ്കിൽ എന്തരടേ, എത്രയോ പേര് മെഡിക്കൽ കോളേജിൽ വേദനിക്കുമ്പോൾ നിന്റെ കൈവേദന വലിയ വേദനയാണ്, വിട്. കേട്ടോ സാർ? അപ്പൊ നമ്മൾ സെൽഫിഷിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ സാർ ഏത് ഡയറക്ഷനിലോട്ട് അങ്ങനെ റൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നോ അങ്ങോട്ടാകാം. അല്ല, നമ്മളിത് എല്ലാം കണ്ടിട്ടും കാണാത്തതുപോലെ കണ്ണടച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രീതി ഞാൻ പറഞ്ഞത് സെൽഫിഷ് എന്നുള്ളത്. ഇല്ല, ഞാൻ സാറേ ഇതിനകത്ത് ഈ മൈൻഡ് ഇസ് എ സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞ ഏരിയ കാര്യംപിടികിട്ടി ഈ വിഷയം അല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത്, നമ്മുടെ മൈൻഡ് തരുന്ന എല്ലാ ഇൻപുട്ടിനും ഓവർ റിയാക്ട് ചെയ്യാൻ പോകരുത്. അതിന് മനസ്സിലായ ഏരിയകളിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ബിയോണ്ട് ദാറ്റ് mindfulness says that don't carry any pre-judgmental definitions. ഇപ്പൊ സാറ് പറഞ്ഞதைയും ആ സെന്റൻസിലോട്ട് കയറ്റിയിട്ടാൽ ഞാൻ ബാക്കിയുള്ളവരെ സഹായിച്ചില്ലെങ്കിൽ എന്നെ അവർ സഹായിക്കില്ല. ദാറ്റ് മൈറ്റ് ബി ദ പ്രീ ഡിഫൈൻഡ് ജഡ്ജ്മെന്റ്. എത്രയോ പാവങ്ങൾ ആരെയും സഹായിക്കാത്ത ഒരാളെ സഹായിക്കാൻ കുറെ പേരുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ അവർ സഹായിക്കാൻ പോവുക, അവർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരാരാ കാണുന്നത്? ഞാൻ എത്രയോ പേരെ സഹായിച്ചിട്ടുണ്ട്. വഴിയിൽ പലരും സഹായിക്കും. ബട്ട് ഐ ആം നോട്ട് സപ്പോസ് ടു എക്സ്പെക്ട് റിട്ടേൺ ഓഫ് ദാറ്റ്.
ഞാൻ എന്തിനാ അതിനൊക്കെ അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതിനകത്ത് പണ്ട് വേറൊരു ഇത് പറയുമല്ലോ സാർ, എന്താന്ന് പറഞ്ഞാൽ ഒരു ഒരു ഋഷി ഒരു തേള് വെള്ളത്തിൽ പോകുമ്പോൾ എടുത്ത് പുറത്തിടും, അങ്ങേരുടെ കയ്യിൽ കൊട്ടും, പിന്നെയും തിരിച്ച് പുറത്തിടും, പിന്നെയും അങ്ങേര് ചെയ്യും. അപ്പൊ ശിഷ്യൻ ചോദിച്ച്, ഗുരുവേ നിങ്ങൾ എന്തിനാണ് നോയിങ്ലി യു ആർ ഗെറ്റിംഗ് ഹിറ്റ് ബൈ ദ സ്കോർപ്പിയൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് അതിൻ്റെ ഡ്യൂട്ടി, ഇത് എൻ്റെ ഡ്യൂട്ടി എന്ന്. സാർ ആ സ്റ്റോറി കേട്ടിട്ടുണ്ടോ ജോഷി സാർ? ഇല്ല സാർ, പറയൂ. കേട്ടിട്ടില്ല. ഞാനിതിപ്പോ പറയാനുണ്ടായ ഒരു കാര്യം, ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു സംഭവം ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒരു ടീച്ചറ് രണ്ട് ടീച്ചർമാർ സംസാരിക്കുമ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു ലീവ് സറണ്ടറും കട്ട് ചെയ്തു, DA ഇല്ലാതായി, ആകെ പാടെ പ്രശ്നമായി. അപ്പൊ മറ്റേ ടീച്ചർ പറയുന്നു, എത്രയോ മനുഷ്യർക്ക് ഇവിടെ ജോലി കിട്ടാതിരിക്കുന്നു, ഈ നിത്യവും പണിയില്ല, അവര് വളരെ കഷ്ടപ്പെടുന്നു. നമുക്ക് ഇപ്പോഴും പറഞ്ഞാൽ കൊള്ളാവുന്ന ഒരു നല്ല പൈസ എല്ലാ മാസവും കൈ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. ഇതേ സാധനം തന്നെ ഈ പൊളിറ്റിക്കൽ ലീഡർ ഒരു ഒപ്പോസിഷനിലുള്ള ഒരാളാണെങ്കിൽ ഇതൊരു പ്രോബ്ലം ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇത് ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നല്ല കാര്യം, കറക്റ്റാണ് സാർ. അതാണ് നമ്മുടെ മൈൻഡിനെല്ലാം ആൾക്കാർ ഗിമ്മിക്ക് അല്ലെങ്കിൽ നമ്മുടെ മിസ്ഡയറക്റ്റ് ചെയ്യാനാണ് ലോകം ഇരിക്കുന്നത്. സാർ ഇപ്പം പറഞ്ഞ ഒറ്റ ലൈൻ ഈസ് വെരി പെർഫെക്റ്റ്. അത് ഒരു ഒപ്പോസിഷൻ ലീഡർ അല്ലെങ്കിൽ നോൺ റൂളിംഗ് പാർട്ടി മെമ്പർ ആണെങ്കിൽ they will always try to take undue advantage of this particular statement എന്ന് സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിന് എന്താന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റോറി ഉണ്ടാക്കുന്നു, സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ആ സ്റ്റോറിനെ വേറൊരു സ്റ്റോറി ആയിട്ട് മാറ്റുന്നു, ആ സ്റ്റോറി ഒരു ഭയങ്കര ബാങ്കിങ് സ്റ്റോറി ആയിട്ട് ഇവർ കൺവെർട്ട് ചെയ്യുന്നു, ബാങ്കിങ് സ്റ്റോറി ആയിട്ട് മാറ്റിയിട്ട് നമ്മുടെ മുമ്പിൽ വലിയ കണ്ണും ചെവിയും എല്ലാം വെച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കി തരുന്നു. അത് ഫർദർ നമ്മൾ വേറൊരു സ്റ്റോറി ഉണ്ടാക്കുന്നു നമ്മൾ സ്വന്തമായിട്ട്. അതാണ് പറഞ്ഞത്, നമുക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഇന്റേണൽ ലെവലിൽ നമ്മൾ സ്റ്റോറി ഉണ്ടാക്കുന്ന കുറവാണ്. ബട്ട് നമ്മൾ എപ്പോഴും തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ പുറത്തുള്ള പബ്ലിക്കിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റോറി കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും സ്റ്റോറി ഉണ്ടാക്കാതിരുന്നാൽ വി വിൽ റീച്ച് ടു എ സിമ്പിൾ എമോഷൻസ്. സിമ്പിൾ എമോഷൻസ് എന്ന് പറഞ്ഞാൽ എമോഷനെ കുറിച്ച് ഞാൻ പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ, എമോഷനെ കുറിച്ച് വില്യം ജെയിംസ് 1890 കണ്ടെത്തിയതാണ്. അത് 1970 പോൾ എക്മാൻ എന്ന് പറയുന്നവർ ഫർദർ ഡെവലപ്പ് ചെയ്തിരുന്നു. ആ എമോഷൻസിനൊക്കെ സാർ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ലിവിങ് ഫീലിംഗ് ദാറ്റ് കം ഫ്രം എ നോൺ കോസ് എന്നാണ് എമോഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ നോൺ കോസ് ആയിട്ട് മാറും. അപ്പം സാറിനെ വേറൊരു ഏരിയയിലോട്ട് കൊണ്ടു ചെല്ലും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളറാണ്, വല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞ് ഇതൊക്കെ എല്ലാം നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സ്റ്റോറി ടെല്ലിങ്ങിലിരുന്ന് കുറച്ച് അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് 100% അവോയ്ഡ് ആകുമെന്നല്ല ഞാൻ പറഞ്ഞത്, അവോയ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് വെൻ എ സ്റ്റോറി ഈസ് ബീൻ ടോൾഡ് യു ട്രൈ ടു നോട്ട് ഗെറ്റ് അട്രാക്റ്റഡ്. അത്രയേ ഉള്ളൂ. അതിന് മൈൻഡ് ചെയ്യാൻ പോയില്ലേ സാർ? മൈൻഡ് ചെയ്യാതെ പോകാതിരുന്നാൽ സാർ കൂടുതൽ കൺഫ്യൂഷനിലോട്ട് പോകത്തില്ല. പിന്നെ അതിനാണ് മൈൻഡ്ഫുൾനെസ് ഒരു ലൈൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് പോകുന്നത്, live in the present, do not have prejudgment. Live in the present, do not have prejudgment. Live in the present, do not have prejudgment. And attend to that. എന്ത് അറ്റൻഡ് ചെയ്യും? ആഫ്റ്റർ ബിക്കമിങ് അവെയർ. അവെയർനെസ്സിൽ താങ്കൾക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതെന്നൊക്കെ എല്ലാം മനസ്സിലാവും. സാറേ, ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ നടത്താൻ പറ്റുമോ നോക്കണം. യെസ് സാർ, യെസ് സാർ. എന്നെ കൊണ്ട് ഒക്കുന്നതെല്ലാം പറഞ്ഞു തരാം സാർ. ഐ ആം നോട്ട് മാസ്റ്റർ ഓഫ് എനിത്തിങ്, ഐ ആം സ്റ്റിൽ എ ലേണർ. പിന്നെ ഇപ്പോ ഒരു ഫാമിലിയിലാണ് വൈഫ് ഹസ്ബൻഡും ഈ രണ്ട് തരത്തിലാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരാൾ പറയുന്നു നമുക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, അപ്പോ സ്പൗസ് അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അതെന്നാ പരിപാടിയാണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ
ഒന്ന് കല്യാണം കഴിക്കാതിരിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യത്തില്ലേ? സാർ, അല്ലെങ്കിൽ തന്നെ അത് പറഞ്ഞില്ലെങ്കിൽ തന്നെ കോൺഫ്ലിക്റ്റിന് ചാൻസ് ഉള്ളതാണ്. രണ്ട് മൈൻഡ് ഒരിക്കലും ഒരേ റൂട്ടിൽ പോകാറില്ല. ലൈക്ക് മൈൻഡഡ് പീപ്പിൾ എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. വി ഓൾ ലിവ് ഇൻ കോമൺ മിനിമം പ്രോഗ്രാം. കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൻ്റെ മിസ്സസിൻ്റെ എല്ലാ എക്സ്പെക്റ്റേഷനും എന്നെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. But somewhere she tolerates, somewhere I tolerate. We both give shake hand. I give chumma to her, she gives chumma to me. I get happier എന്ന് പറഞ്ഞ രീതിയിൽ we move on. അങ്ങനെ പോകുമ്പോൾ we live on common minimum program. കോമൺ മിനിമം പ്രോഗ്രാമും സിങ്ക്രണൈസിനും കുറച്ച് ഒരുപാട് ഗ്യാപ്പും ഉണ്ട്. നമ്മൾ സിങ്ക്രണൈസ് ആകാൻ നോക്കുവാണെങ്കിൽ if we become synchronized, we are really a fantastic partners. അത് എത്ര വരെ എവിടെ വരെ സത്യം എന്ന് പറഞ്ഞാൽ അഗെയിൻ സാർ അതിനകത്ത് സ്റ്റോറി ടെല്ലറുടെ കഥയും കൂടെ കയറ്റിക്കോ. നിന്റെ മൈൻഡും ഒരു സ്റ്റോറി ടെല്ലർ, അവരുടെ മൈൻഡും ഒരു സ്റ്റോറി ടെല്ലർ. അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ സ്റ്റോറി ഇല്ലാത്ത റിയാലിറ്റിയിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ പല സമയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ അടുക്കും. അല്ല, എങ്ങനെ പരിഹരിക്കുന്നത്? ഒരു പ്രോബ്ലം ആയി അത് ക്രിയേറ്റ് ചെയ്താൽ അല്ല സാർ, പ്രോബ്ലം ആയിട്ട് ക്രിയേറ്റ് പ്രോബ്ലം സോൾവിങ്ങിലോട്ടാണ് പോകുന്നത്. പ്രോബ്ലം സോൾവിങ് അതിനാണ് ഈ മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ലൈഫ് സ്കിൽസും പഠിപ്പിക്കാറുണ്ട്. ലൈഫ് സ്കിൽസ് ഫസ്റ്റ് പാർട്ട് ഈസ് സെൽഫ് അവയർനെസ്, സെക്കൻഡ് പാർട്ട് ഈസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് പാർട്ട് ഈസ് എംപതി, fourth part is interpersonal relationship, fifth is problem solving, sixth is decision making, seventh is creative thinking, eighth is critical thinking. ഈ 8 കഴിഞ്ഞാൽ 2 നമ്മുടെ 1 കോപ്പിംഗ് വിത്ത് എമോഷൻ, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ഈ 10 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ലൈഫ് സ്കിൽസ്. ലൈഫ് സ്കിൽസിന് ഞാൻ സെപ്പറേറ്റ്ലി അതാണ് ഒരു ദിവസം ഞാൻ സുജിത് സാറോട് പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് ഫ്രീ ആയിട്ട് ആ ലൈഫ് സ്കിൽ എടുത്തു തരാമെന്ന്. സാബു സാർ ഓർമ്മ ഉണ്ടോ? ഐ എം എ ലൈഫ് സ്കിൽ ട്രെയിനർ ടു. അപ്പോൾ ലൈഫ് സ്കില്ലിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം കൂടെ ഒത്തൊരുമിച്ചാണ് സാർ വരുന്നത്. അപ്പോൾ ലൈഫ് സ്കില്ലിൽ ഈ നമ്മൾ ജീവിക്കാനുള്ള ഒരു സ്കിൽസാണ് ലൈഫ് സ്കിൽസ്. അപ്പം ഞാൻ മൈൻഡ്ഫുൾനെസ്സിന് മാത്രമല്ല, അത് സ്റ്റാൻഡ് അലോൺ ആയിട്ടാണ് മൈൻഡ്ഫുൾനെസ് കാണുന്നത്. അതിൻ്റെ ഉപരി നമ്മൾ ഈ പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യാൻ ഡിസിഷൻ മേക്കിംഗ് മെത്തഡോളജി സ്കിൽ കണ്ടുപിടിക്കണം. ഡിസിഷൻ മേക്കിങ്ങിൽ എനിക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ക്രിയേറ്റീവ് മെത്തേഡ്, ഒന്ന് ക്രിട്ടിക്കൽ മെത്തേഡ്. ഈ 2 മെത്തേഡിൽ ഒരു മെത്തേഡിൽ കൂടെ അത് സോൾവ് ചെയ്യാം. ജോഷി സാർ ആൻസർ ഹാപ്പിയർ അല്ലെങ്കിൽ പിന്നെയും ക്വറി റേസ് ചെയ്യാം, നമുക്ക് അഗൈൻ ഡിബേറ്റ് ചെയ്യാം. അല്ല, കുഴപ്പമില്ല. എനിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അല്ല സാർ, അവസാനിക്കണ്ട, സാറ് പറഞ്ഞോണ്ടേ ഇരിക്കും. അപ്പോഴല്ലേ എനിക്ക് കുറെ കൂടെ ആൻസേഴ്സ് പറയുമ്പോൾ ബാക്കി സാറിന്റെ മാത്രമല്ല, ഐ ആം ടോക്കിംഗ് ടു എവറിബഡി. ഓൺലി തിങ് യു ആർ റെപ്രസെന്റിംഗ് ദ ലിസണേഴ്സ്. അതായത് പ്രത്യേകിച്ച് ഈ 2 തരം ആശയങ്ങളുമായി സഞ്ചരിക്കുന്ന ഫാമിലിയില് അത്തരം ആളുകളെ സാറ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? അത് എന്നിട്ട് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ അവരെ? ചെയ്തിട്ടുണ്ട് സാർ, ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അവർ 2 പേരെയും എന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ അത് സാർ ഐ ആം ജമ്പിങ് ബാക്ക് ടു സൈക്കോളജിസ്റ്റ് പൊസിഷൻ. ഇപ്പോഴത്തെ ട്രെയിനർ അല്ല, സൈക്കോളജിസ്റ്റ് പൊസിഷനിലോട്ട് മാറിയാൽ CBT എന്ന് പറയും. ഞങ്ങളുടെ ഇതിലെ മൈൻഡ്ഫുൾ യൂണിഫൈഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBTന് മൈൻഡ്ഫുളിൻ്റെ അകത്തോട്ട് MUCBT എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈവൻ CBTയിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ CBT ഈസ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ കോഗ്നിഷൻ ഉണ്ടാക്കുകയാണ്. എന്താണ്? നിന്റെ തിങ്കിങ്ങും നിന്റെ ആക്ഷനും ഒന്നാക്കുകയാണ്. അത് മാത്രമല്ല, ഡീവിയേറ്റഡ് ഏരിയയിൽ നിൽക്കുവാണെങ്കിൽ യു ആർ ഡീവിയേറ്റഡ് ദിസ് മച്ച് എന്ന് ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹി വിൽ കം ബാക്ക് ടു നോർമൽസി. അപ്പോൾ അദ്ദേഹത്തിന് നോർമലാക്കുക. എവിടെയാണ് 2 പേരുടെ ഡീവിയേഷൻ, ആ ഡീവിയേഷൻ കുറയ്ക്കാൻ നമ്മൾ ശ്രമിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ 2 പേരെയും മീൻ വൈൽ ഇന്ററാക്ട് ചെയ്യിപ്പിച്ച് കുറച്ചുകൂടെ അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് ഒരു പരമാവധി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പറയും. കമ്മ്യൂണിക്കേഷൻ അല്ല പറയുന്നത് ലൈഫ് സ്കില്ലിൽ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ആക്ച്വലി മേക്ക് എഫക്റ്റീവ്നെസ്. അയാളുടെ തിങ്കിങ്ങിനെ ശരിയാക്കും അല്ലേ?
അയാളുടെ തിങ്കിങ്ങിനെ ശരിയാക്കുമെന്നല്ല സാർ ഞാൻ പറയുന്നത്, അയാളുടെ തിങ്കിങ്ങിനെ നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യും. ഈ മോഡിഫിക്കേഷനും അവരുടെ മോഡിഫിക്കേഷൻ രണ്ടുപേരെയും കുറച്ചുകൂടെ അടുപ്പിക്കും. സാർ സിമ്പിൾ വാക്ക് പറഞ്ഞാൽ ശരിയാക്കുമെന്ന് പറയുന്നത് ഞാൻ സിമ്പിളായിട്ട് ടിക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പെർഫെക്റ്റ്ലി ചിന്തിച്ചാൽ ഞാൻ ശരിയാക്കുന്നില്ല, മോഡിഫൈ ചെയ്യുന്നു. ശരിയാണോ സാജി സാർ? അദ്ദേഹത്തിന്റെ ചിന്താഗതിയിലുള്ള തെറ്റുകളെ ശരിയാക്കി എടുക്കുന്നു. അയാളെ കൊണ്ട് തന്നെ ശരിയാക്കി ചിന്തിപ്പിക്കും. കറക്റ്റ്. ആ തെറ്റുകൾ ആക്ച്വൽ തെറ്റുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗൈൻ സൈക്കോളജിസ്റ്റ് ഹാസ് ടു തിങ്ക് ദാറ്റ്, ആർ കൗൺസിലർ ഹാസ് ടു തിങ്ക് ദാറ്റ്. അത് തെറ്റാണോ എന്ന് പറഞ്ഞാൽ എന്റെ ഇതിൽ പെർസീവ്ഡ് ടു ബി തെറ്റ്, അത്രേ ഉള്ളൂ കാര്യം. അത് ഞാൻ എൻ്റെ കണ്ണിൽ എൻ്റെ കാഴ്ചപ്പാടിൽ തെറ്റാണ്. പക്ഷെ ആ കുറ്റകൃത്യം ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ബിഹേവിയർ കാണിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ മൈൻഡിൽ അപ്പോൾ വരെ അത് തെറ്റല്ല. പക്ഷേ കാണികളുടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഈസ് തിങ്കിങ് ദാറ്റ് ഈസ് എ തെറ്റ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം അത് തിരുത്തുന്നത്. അങ്ങനെ റോയ് സാർ എപ്പോഴും സാറിന്റെ കളിയൊക്കെ കൗൺസിലർ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടും ആ അവസ്ഥയെ ഒന്ന് ലഘൂകരിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു പോളിസിയാണ് ഈ സാർ പറഞ്ഞ കാര്യം. ഞാനത് മനസ്സിലാക്കുന്നു. റൈറ്റ് സാർ, കറക്റ്റ്. അതുകൊണ്ടാണ് തെറ്റ് തിരുത്തുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല, ഒരു സൈക്കോളജിസ്റ്റും ഒരു തെറ്റിനും തിരുത്തുന്നില്ല. തെറ്റില്ലല്ലോ. അതെ, തെറ്റേ ഇല്ല. രണ്ട് ശരികൾ തമ്മിലാണ് എപ്പോഴും അടി സാർ. അതാണ് ജോഷി സാർ പറഞ്ഞ ഇത്. എപ്പോഴും രണ്ടുപേരും അടിവിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് ശരികൾ തമ്മിൽ വരുമ്പോഴാണ്. ഒരാൾ തെറ്റും ഒരാൾ റൈറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് പോകും. എന്താ സാർ? വെളിവുണ്ടാക്കി കൊടുക്കുക. അതെ, കറക്റ്റ്. ഇത് ഞങ്ങൾ കുറേ വർക്കൗട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ വാക്കുകൾ. ഞാൻ അത് പറഞ്ഞല്ലേ സാർ, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. ഈ തെറ്റ് തിരുത്തൽ വാക്കുകൾ ഉപയോഗിക്കാറില്ല. അതൊക്കെ എല്ലാം കുറച്ച് അലർജറ്റിക് വേർഡുകളാണ് എന്നെ സംബന്ധിച്ചോളും. എന്നിട്ട് നമ്മളത് കുറച്ച് എക്സ്ട്രാ ഗമ പിടിക്കുമ്പോഴാണ് ആ വാക്കുകളൊക്കെ നമ്മുടെ തലയിൽ വരുന്നത്. ഓക്കെ സർ, then shall we go for one meditative practice? ഓക്കെ, നമ്മൾ സിമ്പിൾ ബോഡി സ്കാൻ മെഡിറ്റേഷനിൽ തന്നെ പോവാം. ബോഡി സ്കാൻ മെഡിറ്റേഷൻ ഒരുപാട് ഇതല്ല. ബോഡി സ്കാൻ മെഡിറ്റേഷനിൽ ഞാൻ സിമ്പിൾ തിയറി പറഞ്ഞു തരാം. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും, നമ്മുടെ കണ്ണ് നേരെ ഇരിക്കും, നമ്മുടെ കഴുത്ത് നേരെ ഇരിക്കും, കൈ രണ്ടും മലർത്തി നേരെ തുടയിന് മുകളിൽ വെക്കുക, അല്ലെങ്കിൽ ആംറസ്റ്റിന് മുകളിൽ വെക്കുക. പാദങ്ങൾ രണ്ടും തറയിൽ ഫേമായിട്ട് തൊട്ടിരിക്കവേ നമ്മൾ മൈൻഡ് എടുത്ത് ചോദിക്കുക, ബ്രെയിൻ എടുത്തും പറയുക, ദാറ്റ് ഐ ആം ഗോയിങ് ടു ഡു മെഡിറ്റേഷൻ, കൈൻഡ്ലി ഹെൽപ്പ് മീ ആർ വിൽ യു സപ്പോർട്ട് മീ. അത് യെസ് എന്നോ ഓക്കെ എന്നോ പറയുന്ന സമയത്ത് ട്രൈ ടു ക്ലോസ് യുവർ ഐസ്. ആ സമയത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഈ ഡീപ്പ് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റേറ്റിലിരുന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ ലോങ് ബ്രത്ത് എടുക്കുന്നത്. അപ്പം അതിനും കൂടെ ഈ ഡീപ്പ് ബ്രീത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 1 2 3 എന്ന് ഇൻഹേൽ ചെയ്താൽ 1 2 3 4 5 6 എന്നാണ് എടുക്കേണ്ടത്. 1 2 3 4 എന്ന് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ് അതിൻ്റെ ജസ്റ്റ് ഡബിൾ ആണ്. ഞാൻ നോർമലി 3 and 6 ആണ് കൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 and 8 ആണ്. അപ്പം അങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. 5 ഡീപ്പ് ബ്രീത്ത് കഴിയുമ്പോൾ നമ്മൾ നോർമൽ ബ്രത്തിലോട്ട് വരിക. നോർമൽ ബ്രത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ സമയത്തും ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക, അറ്റൻഷൻ ബി വിത്ത് ദ ബ്രത്ത്. ദെൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ബോഡിയിൽ സ്കാൻ ചെയ്ത് കൊണ്ടുപോവുക. ദെൻ തോട്ട് പ്രോസസ്സിലോട്ട് പോവുക, എമോഷനിലോട്ട് പോവുക, എൻവയോൺമെന്റിൽ പോവുക. ദെൻ കം ബാക്ക് ടു ബ്രത്ത്. സോ 5 points ആണ്. 1, attending to breath, attending to body, attending to thought, attending to emotion and attending to environment. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് കുടുങ്ങിപ്പോകരുത്. കുടുങ്ങിപ്പോയാൽ ഇറ്റ് വിൽ ബിക്കം സോളിഡ് ഇന്റലിജൻസ്. ഇത് നമ്മൾ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഉണ്ടാക്കാനാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു കഥ ഇതൊക്കെ പറയുക. അപ്പം 5 ഡിഫറെൻ്റ് ഏരിയയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇന്റലിജൻസ് ലെവൽ അവിടെ നിൽക്കാതെ പല സ്ഥലത്തിൽ പല ഡിഫറെൻ്റ് സിറ്റുവേഷനിലും നമ്മളെ കോപ്പപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ ഏത് ലെവലിലും നമ്മൾ കാംനെസ്സിലോട്ട് വരും.
അത്രയേ ഉള്ളൂ. ഓക്കെ, ഷാൽ വി സിറ്റ് എറക്റ്റ്? കാല് രണ്ടും പാദങ്ങൾ രണ്ടും തറയിൽ ഫേം ആയിരിക്കട്ടെ, കൈ ഓപ്പൺ ആയിരിക്കട്ടെ, കസേരയിലോ തുടയിന് മുകളിലോ വെക്കുക. നിമിർന്നിരിക്കുക. കഴുത്ത് നിമിർന്നിരിക്കവേ മൈൻഡിൽ പറയുക, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കൂടെ സഹകരിക്കണം എന്ന് പറയുക. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് രണ്ടും ക്ലോസ് ചെയ്യുക. Then go for deep breath. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to your normal breath. Inhale and exhale. Continue to attend to your breath alone. അപ്പം മൂക്കിൽ കൂടെ ശ്വാസം അകത്ത് കയറുന്നു, ചെസ്റ്റിൽ കൂടെ ഇൻഡസ്റ്റൈൻ വരെ ആൾ അബ്ഡോമനിൽ ചെന്ന് അബ്ഡോമൻ വീർക്കുന്നു, ചുരുങ്ങുന്നു, എയർ തിരിച്ച് മുകളിൽ പോകുന്നു. ഇതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. Now let us scan our body. Shift your attention to body portions which has been enumerated in front of you. ആദ്യം your head, forehead, eyes, nose, mouth, cheek,
ears, neck, ഒരു 5 മിനിറ്റിലൊക്കെ പെടും ഒരു മീറ്റിംഗിൽ. Total upper head portion, again total head portion, shoulder, upper arm, knee joints, lower arm, wrist, palm, fingers, chest, stomach, abdomen, upper back, lower back, glute, total body portion, again total body portion,
Now shift your attention to thighs. Knee joints. Leg portion. Angle. Palms. Fingers. The whole body. The whole body from head to toe. Now shift your attention back to your breath. Now shift your attention to your thoughts. Just watch and monitor how many thoughts are coming, how it is going. Don't run behind of that. Don't get caught by that. Just start count that. Let the thought come, let the thought go. Be similar to a third party. Just observe. Now shift your attention back to your breath. Inhale, exhale. Now shift your attention to the emotions which is coming across your body. Just watch which type of emotions are coming and trying to strike you. Just to watch. Don't get impulsivity or anything because of the emotion. Try to see its volume, see its shape and size. Even you can give colors as per your own choice of any color. Start. Watch the emotions.
Now shift your attention back to your breath. Now start observe your environment, your surroundings, your some sounds which are getting arised, like fan, AC, or somebody television sound or kitchen sound. How many sounds you are getting? Start count it. Start notice it distinctively. Start understand there are different sounds coming. Start count that. Now shift your attention to deep breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now, in case if you have completed, just ask permission to your mind and brain that you are moving out of meditation and you are trying to open up your eyes. If you are ready, just take out your both hands, rub firmly, make warmness, keep our eyes and earlobe and to neck. Thank you. എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ച് റിലാക്സീവും നല്ല രീതിയിലും ആയി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു സാർ. ആയി. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. സാറേ 5 സ്റ്റേജ് ജസ്റ്റ് ഒന്ന് പറയാം. അറ്റൻഷൻ ടു ബ്രെത്ത് ഒന്നുകൂടെ ഒന്ന് പറയാം സാറേ. സാർ ഫസ്റ്റ് അറ്റൻഷൻ ടു യുവർ ബ്രെത്ത്. സെക്കൻഡ് അറ്റൻഷൻ ടു യുവർ ബോഡി പോർഷൻസ്. ബോഡിയിൽ ഓരോരോ പോർഷൻ ആയിട്ട് സ്കാൻ ചെയ്യുക. അപ്പം അറ്റൻഷൻ ടു ബ്രെത്ത്, അറ്റൻഷൻ ടു ബോഡി. തേർഡ് ഈസ് തോട്ട്. ഫോർത്ത് ഈസ് എമോഷൻ. ഫിഫ്ത്ത് ഈസ് സറൗണ്ടിങ്. കിട്ടിയോ സാജി സാർ? ഓക്കെ സാർ, താങ്ക് യു. മൈൻഡ്ഫുൾനെസ് കുറിച്ച് സാർ എപ്പോഴും ചോദിച്ചാലും ഐ ആം എവർ വോളണ്ടിയർ. ഇറ്റ് ഈസ് യുവർ ജനറോസിറ്റി ആൻഡ് യുവർ ബ്രോഡ് മൈൻഡ്നെസ് സാർ. ജനറോസിറ്റി അല്ല സാർ, നമ്മൾ അങ്ങനെയാണ് ആൾക്കാരുടെ കയ്യിൽ എത്തിപ്പിക്കേണ്ടത്. അല്ലാതെ ഈ സാധനങ്ങളൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പാടില്ല. ചെയ്യാം സാറ്, സ്പെഷ്യൽ സ്കിൽസ് ലൈക്ക് ലൈഫ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ഇതെല്ലാം പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാം. മൈൻഡ്ഫുൾനെസ് ചെയ്യരുതെന്നാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തി. ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു ആവശ്യമുള്ള ഘടകമാണ്. മറ്റത് സാറിൻ്റെ ഒരു ആഭരണം പോലെ അഡോൺ ചെയ്ത് സാറ് നല്ല രീതിയിൽ വരിക.
ഇപ്പം സുരേഷ് ഗോപിയുടെ മോളുടെ തന്നെ കഥ നോക്കുമ്പോൾ അവൾ എത്ര ആഭരണം എടുത്തുനിന്ന് എത്ര ചെയ്തിട്ടുണ്ട്, അവളുടെ ഭംഗി എത്ര കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് പറയുന്നത്. അല്ലാതെ നാച്ചുറലായിട്ട് വരേണ്ടതാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഒരു സാധനമാണ്. ഓക്കെ സാർ. ഇപ്പൊ ഈ കേരള ഗവൺമെന്റിന്റെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് ഈ പിന്നെ സൗഹൃദ ക്ലബ്ബ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതുവഴിയായിട്ട് ഈ ലൈഫ് സ്കിൽസിന്റെ ഒക്കെ ക്ലാസ്സുകൾ എക്സ്പേർട്സ് വഴി ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വർഷം തോറും കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ 10 സ്കില്ലുകൾ, അതിന്റെ സ്കിറ്റ് പ്രസന്റേഷൻ ഒക്കെ നടത്താറുണ്ട് സാറേ. ഓക്കെ സാർ. വെരി ഗുഡ് സർ, ഫണ്ടാസ്റ്റിക്. അതല്ല, അതിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് അവർക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പം ഞാൻ തന്നെ ജോഷി സാർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാ ലൈഫ് സ്കില്ലിൽ കൂടെയല്ലേ തിരിച്ചു ഓടിയത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ലൈഫ് സ്കില്ല് നമ്മൾ ട്രംപ് കാർഡായിട്ട് കയ്യിൽ വെച്ചിരുന്നാൽ, ഒന്ന് വെരി ബേസിക്, നമ്മൾ വീട് പണിയാൻ വാണമിടും, അല്ലെങ്കിൽ അതിനെന്ത് പറയും, തറ കുഴിച്ചിട്ട് കല്ലിട്ട് ചെയ്യുന്നതിന് ബേസ്മെന്റ്. അടുത്ത് നമ്മൾ സ്ട്രക്ചർ കിട്ടും. അപ്പൊ സ്ട്രക്ചറാണ് ഈ ലൈഫ് സ്കിൽസ് എല്ലാം. ഈ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഇതെല്ലാം ബേസ് ആണ് നിൽക്കേണ്ട സ്ഥലം. ബേസിക് കാര്യങ്ങൾ ഒരിക്കലും ഫ്രീ ആയിട്ട് എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ലൈഫ് സ്കിൽസ് എല്ലാം സാറ് പൈസ വെച്ചിട്ട് പഠിക്കും, അവരെല്ലാം പക്ഷെ ഇമ്പാർട്ട് ചെയ്യണത്. അതാണ് നല്ല കാര്യം. ഐ ഹോപ്പ് ദാറ്റ്. സമയം എത്തിയല്ലേ സാർ? സാറ് കണ്ടില്ല. വേറെ ആർക്കാ പറയാനുള്ള? സാറ് നല്ലൊരു അനുഭവമായിരുന്നു സാർ. ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ എല്ലാം എടുത്തിട്ട് അതിന് മൈൻഡ് ഒരു സ്റ്റോറി ടെല്ലറാന്ന് പറയുമ്പോ പണ്ടൊരു ഞാൻ കേട്ട ഒരു സ്റ്റോറി എനിക്ക് ഓർമ്മ വന്നത്. കാരണം 2 സന്യാസിമാര് പുഴ കടക്കുമ്പം ഒരു സ്ത്രീ കടക്കാൻ പറ്റാത്തോണ്ട് ഒരു സന്യാസി പുറത്തെടുത്തിട്ട് അപ്പുറം കടത്തിയിട്ട് സാധാരണ രീതിയിൽ അവര് നടന്ന് വീട്ടിലെല്ലാം എത്തിയിട്ടാകുമ്പോ മറ്റേ സന്യാസി പെട്ടെന്ന് പറയാണ്, നീ ഒരു സന്യാസിയല്ലേ, നീ അത് ചെയ്ത ശരിയായില്ല കേട്ടോ. അപ്പൊ ഈ സന്യാസി പറയാണ്, ഞാൻ ആ സ്ത്രീനെ കടത്തിയതോടുകൂടിയിട്ട് അത് മനസ്സിൽ നിന്ന് വിട്ടു, നീ ഇപ്പോഴും മനസ്സിൽ അവളെ കൊണ്ടു നടക്കണം. ആ കഥ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മെഡിറ്റേഷൻ ഉണ്ടല്ലോ സാറേ, ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുമ്പോ, ധ്യാനം ചെയ്യുമ്പോഴും എല്ലാം നമ്മളിപ്പം സാധാരണ പറയുന്നത് സാറേ, ഇത് പരമാത്മാവാണ്, തള്ളവിരലും ഇത് പരമാത്മാവിനെയും ജീവാത്മാവിനെയും കൂടി ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോ ഈ ചൂണ്ടവിരല് ജീവാത്മാവ്, ഇത് പരമാത്മാവ്. അപ്പൊ ടച്ച് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ഐക്യം, കാരണം നമ്മളെ ബ്രെയിനും ഇതും തമ്മിലുള്ള എല്ലാ ചിന്തകളെയും ഇതിലേക്ക് കൊണ്ടുവരുന്ന പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോ നമുക്ക് പിന്നെ മനസ്സിനറിയാം വേറെ എന്തും ചിന്ത വരില്ല. അതാണ് അവിടെ എപ്പോഴും പറയുന്നത്, ഈ പരമാത്മാവിനെയും ജീവാത്മാവിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മള് കാലിന്റെ അവിടെ കൈ വെക്കൂലേ സാറേ, അങ്ങനെ വെച്ചുകൊണ്ട് ധ്യാനം ചെയ്യുമ്പോ പൂർണ്ണമായിട്ട് മനസ്സ് അന്ധകരണത്തെ ബന്ധിപ്പിക്കുന്ന രീതിയില് ആ ചിന്തകളെ ഇതാക്കുന്നുള്ള രീതിയിൽ. ശരിക്കും അത് ചെയ്യിക്കുമ്പോ എനിക്ക് നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിലെ കൂടി ഊർജം ഇങ്ങനെ പ്രവഹിക്കും സാറേ. ചിന്മുദ്ര പിടിക്കുമ്പോ ഇതിലെ കൂടി ഊർജം ഇങ്ങനെ പ്രവഹിക്കുമ്പോ അതിപ്പം പിന്നെ നേരെ മറിച്ച് അങ്ങനെ ഊർജം പ്രവഹിക്കുമ്പോ നമ്മൾ ഏതെങ്കിലും ഒരു വിരല് തള്ളവിരലിനെ ടച്ച് ചെയ്താൽ അത് കട്ടാവുന്ന പറയുന്നത്. അപ്പൊ ചിന്ത വീണ്ടും തലച്ചോറിലേക്കും ശരീരത്തിലേക്കെല്ലാം മനസ്സിലേക്കെല്ലാം പോകുന്ന പറയുന്നത്. അപ്പൊ സാറിങ്ങനെ ചെയ്യിക്കുമ്പോണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മള് എന്താ പറയണ്ട അതിലേക്ക് ഇങ്ങനെ പോകുന്നത്. നമ്മളിപ്പം ഞാൻ കുട്ടികൾക്ക് ചെയ്യിക്കാറുണ്ട്, പക്ഷെ എനിക്കിത് സാറ് പറഞ്ഞിട്ട് ചെയ്യുമ്പോ ഉണ്ടല്ലോ അത് ശരിക്കും അനുഭവമാണ്. നമ്മൾ ടീച്ചേഴ്സ് നമ്മളെ ചെയ്യിക്കുമ്പോഴേ ശരിക്കും പിന്നെ ഒരു സംഭവം തന്നെ സാർ അത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ലോട്ട് മാം, താങ്ക് യു, താങ്ക്സ് ലോട്ട്. ഇത് ശരിക്കും വിരലിൽ കൂടെ നമ്മുടെ എനർജി പുറത്തേക്ക് പോകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ആ ഏരിയകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് പിടിക്കുക. അപ്പൊ ചിന്മുദ്രയെ പിടിക്കുമ്പോൾ ഈ 2 വിരലിൽ കൂടെയുള്ള എനർജി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് എൻ്റെ ഇത്. അതുകൊണ്ടാണ് ഓരോ മുദ്രകൾക്കും അത്രമാത്രം ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സാർ പറഞ്ഞു. റോയ്സ് സാർ എന്തെങ്കിലും? അവിടെ മൈൻഡ് ഈസ് എ ചോയ്സ് എന്ന് പറഞ്ഞ ആ ഭാഗം
എനിക്ക് വളരെയധികം ഈ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ വളരെ ക്ലിയർ ആയി. കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സിനെ എല്ലാം നമ്മളൊന്ന് ഇത് ചെയ്ത് കൺട്രോൾ ചെയ്തെടുക്കാനുള്ള ഒരു മാർഗം അതിങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുന്നു. അതെന്ന് പറഞ്ഞപ്പോൾ തന്നെ മൈൻഡ്ഫുൾനെസ്സിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ സാറ് മൈൻഡ്ഫുള്ളിലേക്ക് പോകുന്നതും അത് കഴിഞ്ഞ് മെഡിറ്റേഷനിലേക്ക് പോകുന്നതും മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ ആ പ്രോസസ്സ് വളരെ എൻജോയബിൾ ആയിട്ട് തോന്നി. തിരിച്ചും നമ്മള് ഒന്ന് നമ്മൾ ശരീരത്തിനോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ തയ്യാറാവുന്നു. രണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് നമ്മുടെ പഴയ പടിയിലേക്ക് ആകുന്ന ആ പ്രോസസ്സും ഒക്കെ വളരെ ഇതായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സാർ, താങ്ക് യു. സോ ജോഷ് സാർ വല്ലതും പറയുന്നോ? സാർ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്റെ ഊഴം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ക്ലാസ് ആണ്. അപ്പൊ ഇളങ്കോ സാർ, വൺസ് അഗൈൻ താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. സാറിന് ഞാൻ താങ്ക്സ് പറയണം. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കുറെ പേരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഇപ്പം ജോഷി സാർ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഐ വിൽ ട്രൈ ടു ഹണ്ട് മൈ മൈൻഡ് സം മോർ. അപ്പം അങ്ങനെ സാറിന്റെ കപ്പാസിറ്റി ശരിക്കും സാറ് തന്നെ മനസ്സിലാക്കുകയാണ്. അതെ, അല്ല അത് മാത്രമല്ല, ഞാൻ അതിന് കുറച്ചുകൂടെ പഠിക്കുക. പഠിച്ചോണ്ടേയിരിക്കും. അപ്പൊ സാറിന്റെ ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആവുമോ ഇല്ലയോ, കറക്റ്റ് ആയാൽ ഇതാണോ, അതുകൊണ്ടാണ് ഞാൻ ഇസ് ഇറ്റ് റൈറ്റ് സാർ എന്ന് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെയും ഫർദർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം അതർ ആൾട്ടർനേറ്റീവ് ആൻസർ. ഓരോ ചോദ്യത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ അറിവുകളെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പഠിക്കുക. ചോദ്യങ്ങൾ വരും. റൈറ്റ് സാർ. ഇതിന് കുറേ ഞങ്ങൾ ഇങ്ങനെയാണ് സാർ എപ്പോഴും പഠിച്ചത്. ഈ മൈൻഡ് ഇസ് എ സ്റ്റോറി ടെല്ലർ എനിക്ക് തോന്നുന്നു പ്രോബ്ലി ഒരു സ്ഥലത്തും പഠിപ്പിച്ച് തന്നു കാണത്തില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞങ്ങളായിട്ട് കണ്ടെത്തിയ ഒരു ഏരിയ ആണ്. എന്തുകൊണ്ട് ഒരാൾ കാംനെസ്സിലോട്ട് മെഡിറ്റേഷനിൽ പോയാൽ പോലും എത്തുന്നില്ല എന്ന് കണ്ടെത്തുമ്പോഴാണ് അവൻ്റെ മൈൻഡ് കാംനെസ്സിലോട്ട് വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? അവൻ ഒരു മൈൻഡിൻ്റെ തോട്ടിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഓടുന്നു? ഇങ്ങനെ വൈ 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 എന്ന് ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് കുറച്ച് ഏരിയ കിട്ടും. ദെൻ വി ഫൗണ്ട് ഔട്ട് മൈൻഡ് ഇസ് റിമിനേറ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലേ സാർ, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് ചില കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അറ്റൻഷൻ കുറയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ. സാറ് ഞങ്ങള് എന്ന് പറയുമ്പോ സാറ് വല്ല ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നടത്തുന്നുണ്ടോ, അതോ ഓർഗനൈസേഷൻ വല്ലതും ഉണ്ടോ? ഏത് സാർ? സാർ RCCയിലെ ഒരു മൈൻഡ്ഫുൾ ട്രെയിനറാണ്, മൈൻഡ്ഫുൾനെസ് ട്രെയിനറാണ് RCC. മെഡിക്കൽ കോളേജിൽ സാർ, മെഡിക്കൽ കോളേജിൽ ശ്രീ ചിത്രയിൽ കുറെ കാലം എടുത്തു. അവിടെ ഞങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ. കോവിഡിന് ശേഷം മെഡിക്കൽ കോളേജും പോകുന്നില്ല. ഇപ്പം ഇത്രയാണുള്ളൂ. സാറിന് എപ്പോഴുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ, ഞാൻ സാറിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. ഇത്രയല്ലേ ഉള്ളൂ. ഈ ഡിസ്കഷൻ നടത്തുന്നെന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സുമായിട്ടാണോ, അതോ വേറെ വല്ല ഇതിന്റെ ഗ്രൂപ്പ് ഉണ്ടോ ഇങ്ങനത്തെ? ഇല്ല, ഡോക്ടേഴ്സ് PG ഡോക്ടേഴ്സിനാണ് ചെയ്തുകൊണ്ടിരുന്നത് സാർ. PG ഡോക്ടറിലെ ഒരു നല്ലൊരു ശതമാനം ഇപ്പോൾ സ്ട്രെസ് റിലീഫിനും അല്ലാതെ ഈ മെഡിക്കേഷൻ കുറച്ചുകൂടെ ഈസ് ഔട്ട് ചെയ്യാൻ ഡെയിലി 2 ടാബ്ലറ്റ് രാവിലെ 2 ടാബ്ലറ്റ് ഈവനിങ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം ഈ മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ച് 1 ടാബ്ലറ്റിലോട്ട് കുറയ്ക്കുന്നു. അപ്പം PG ഡോക്ടേഴ്സ് പലർക്കും, പ്രത്യേകിച്ച് സൈക്കാട്രി വിങ്ങിലും ന്യൂറോളജി വിങ്ങിലും ഉള്ള പിള്ളേർ മാൻഡറ്ററിലി ഈ ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട്. സാറിന്റെ വീട് താമസം ഇപ്പൊ തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരം കരമന. ആദ്യം തൊട്ട് ജന്മം തൊട്ട് തിരുവനന്തപുരമാണോ? ഇല്ല, ഞാൻ ജന്മന കൊല്ലംകാരനാണ്. വളർന്നത് കുറച്ചു കാലം തമിഴ്നാട്, അത് കഴിഞ്ഞ് ഞാൻ ഡൽഹി കേജ്രിവാളുടെ ഏരിയ, അത് കഴിഞ്ഞ് നമ്മുടെ വേറൊരു സിംഗ് ഉണ്ടല്ലോ പഞ്ചാബിൻ്റെ ഏരിയ, അവിടൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ട്രിവാൻഡ്രത്ത് പായ് വിരിച്ച് കിടക്കാൻ തുടങ്ങി. അല്ല, വേറെ ഗവൺമെന്റ് എംപ്ലോയി ജോലി ചെയ്തിരുന്നോ? അതെ സാർ, കുറെ കാലം. ഞാനൊരു 17 വർഷം ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. ഈ തമിഴ്നാട് ചുവയുള്ള ഈ സംസാര രീതി, അപ്പൊ തമിഴ്നാട്ടിലാണോ കൂടുതൽ കാലം ജീവിച്ചത്? ഇല്ല, കൂടുതൽ കാലം ജീവിച്ചത് തമിഴ്നാട്ടിലല്ല. തമിഴ്നാട്ടിൽ ഞാൻ 3 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ മാത്രമേ ഉള്ളായിരുന്നു, 15 വർഷം. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു. പക്ഷേ ബേസിക്കലി എൻ്റെ ക്ലാൻ എന്ന് പറഞ്ഞ CLAN, ക്ലാൻ എന്ന് പറയുന്ന തമിഴാണ്. എൻ്റെ പേര് ഇളങ്കോ, എൻ്റെ അച്ഛൻ്റെ പേര് പഴനിവേൽ സ്വാമി. അപ്പൊ അങ്ങനെ
ആ ഓക്കെ ഓക്കെ ഈ വംശം പറയുമല്ലോ സർ. ഉവ്വ് ഉവ്വ്. ഇപ്പോഴും വീട്ടിലൊക്കെ ഞങ്ങൾ വീട്ടിനകത്ത് ഞാൻ കരമനയിലാണ് ഇരിക്കുന്നത്. എൻ്റെ മിസ്സസ് അടുത്ത് ചായ തരലിയാ എപ്പം തരുവേ ഇവിടുത്തെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് സർ. അതെന്നാണ് കൊങ്കണിയാണോ? ഏത് സാർ? ആ ഭാഷ എന്നാണ് കൊങ്കണിയാണോ തമിഴ്. 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 തമിഴ്? അത് അല്ല, നല്ലൊരു സ്വീറ്റ് ലാംഗ്വേജ് അല്ലേ സർ? പിന്നെ ഈ വീടിൽ ഈ സ്വാമിമാരൊക്കെ അവരുടെ ഭാഷ സംസാരിക്കത്തില്ലേ? ഈ ആ എന്തൊക്കെയാണ്? ആ ഭാഷയാണല്ലോ സർ എനിക്കിപ്പം വന്നതും. ഓക്കെ എൻ്റെ ഒരു മിക്സഡ് ആണ്. ആക്ച്വലി പറഞ്ഞാൽ ഇപ്പോൾ ഐ ആം റിജക്റ്റഡ് ക്യാരക്ടർ ഓഫ് എവറി പ്ലേസ്. ഞാൻ തമിഴ് സംസാരിച്ചാൽ തമിഴ്മാർ റിജക്ട് ചെയ്യും. ഞാൻ മലയാളം സംസാരിച്ചാൽ മലയാളീസ് റിജക്ട് ചെയ്യും. ഞാൻ ഹിന്ദി സംസാരിച്ചാൽ ഹിന്ദിക്കാരന്മാർ റിജക്ട് ചെയ്യും. അവിടെ ഇല്ല, ഇവിടെ ഇല്ല അല്ലേ? ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഇംഗ്ലീഷുകാരനെ റിജക്ട് ചെയ്യും. കേരള പാണ്ടി. കേരള പാണ്ടി. ഞാൻ സാർ ഐ ആം വെരി പ്രൗഡ് ടു സേ, സാറ് എനിക്ക് തോന്നുന്നു സാർ എൻ്റെ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടില്ല. ഐ സേ വെരി പ്രൗഡ്ലി ദാറ്റ് ഐ എം എ പാണ്ടി. ഞാൻ എൻ്റെ ക്ലാസ്സിലെല്ലാം പറയാറില്ലേ സർ? സാബു സാർ, സാർ ആ പേര് വരുന്നത് എന്തുകൊണ്ടാ? പണ്ഡ്യ അതൊരു നെഗറ്റീവ് വേർഡാണ് സാറേ. ഇല്ല കളിയാക്കുന്ന അല്ല, സാറ് കളിയാക്കിക്കൊള്ളു. പക്ഷെ ഐ ടേക്ക് ഇറ്റ് ഡബിൾ പോസിറ്റീവ്. ബിക്കോസ് എന്താണ് മീനിങ്? എന്താണ് പണ്ഡി എന്ന് പറയുമ്പോൾ? സാർ എന്താന്ന് പറഞ്ഞാൽ പണ്ട് പാണ്ഡ്യൻ, ചേരൻ, ചോഴൻ 3 പേര് ചേർന്നാണ് സൗത്ത് ഇന്ത്യ റൂൾ ചെയ്തത്. അതില് മലയാളീസ് ആർ സെഡ് ടു ബി ചേരാസ്. പാണ്ഡ്യൻ എന്ന് പറയുന്നത് മധുര ക്യാപിറ്റലായിട്ട് വെച്ചിരുന്ന ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഡൈനസ്റ്റി ഓടിയതാണ് പാണ്ഡ്യ രാജ. അപ്പൊ പാണ്ഡ്യനില് ഞാൻ പാണ്ഡ്യന്റെ പോസിറ്റിവിറ്റി എടുക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ കണ്ണകി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആറ്റുകാൽ ദേവി എന്ന് പറയുന്ന ഒരു ദേവി. ആ ദേവി വന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് ആ രാജാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പിച്ചാത്തി എടുത്ത് കൊന്നതല്ല, വാക്കാലും ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് എമോഷണലി ഒരു വേർഡ് മാത്രം പറഞ്ഞപ്പം രാജാവ് അവിടെ സിംഹാസനത്തിലിരുന്ന് തറയിൽ അപ്പോൾ ചത്ത് വീഴും. അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സ്റ്റോറി 1 മിനിറ്റ് കൊണ്ട് പറയാമല്ലോ സാർ? ഞാൻ പറയാം. ഓക്കെ. ആ സ്റ്റോറി എങ്ങനെയാന്ന് പറഞ്ഞാൽ കണ്ണകി, കോവലൻ ഇവരാണ് പാർട്ട്നേഴ്സ്. ഈ കണ്ണകി എന്ന് പറയുന്നത് കണ്ണകിയുടെ ഭർത്താവാണ് കോവലൻ. കണ്ണകി കോവലനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നത്. അപ്പൊ വീട്ടിലിരുന്ന് റിജക്ട് ചെയ്യപ്പെടുന്നു. കോവലൻ എന്ന് പറയുന്നതിന് ഈ പശുവും പാലും ചെയ്യുന്ന ആ ഗ്രൂപ്പുകളാണ്. അപ്പം അവർ രണ്ടുപേരും ഗ്രാമത്തിരുന്ന് മധുരൈ സിറ്റിയിലോട്ട് പോകും. മധുര സിറ്റിയിലോട്ട് പോകുമ്പോൾ ഇവളുടെ കയ്യിൽ 2 അതെന്താ പറയുക, കാലിൽ ആംഗ്ലറ്റിലിടുന്ന സാധനം എന്താണ് സാർ? ഏതാണ്? കാലിലിടുന്ന ഒരു ആഭരണം. കൊലുസ്? അല്ല, തള. എന്താ മാഡം? കാൽത്തള. ഓക്കെ, തള. തള 2 മാത്രം ഇവളുടെ കയ്യിലുണ്ട്. അപ്പം ഭർത്താവെടുത്ത് പറയും, ഒരു തള കൊണ്ട് വിറ്റിട്ട് ആ പൈസ കൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങാമെന്ന് പറയും. അന്നത്തെ ദിവസം രാജാവിൻ്റെ പാലസിൽ ഒരു തള നഷ്ടപ്പെട്ടിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ രാജാവിൻ്റെ വീട്ടിൽ നഷ്ടപ്പെട്ടതെല്ലാം രത്നങ്ങളാണ്. ആ തളയ്ക്കകത്ത് രത്നമാണ് ഇരുന്നത്. ഇവളുടെ കയ്യിലുള്ളതെല്ലാം മുത്താണ്, പേളാണ്. അപ്പൊ ഇത് അറിഞ്ഞൂടാ. ഇവൻ കൊണ്ട് കടയിൽ വിൽക്കാൻ പോകുമ്പോൾ അവിടെ മോഷ്ടിച്ചവൻ തന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവനെ കണ്ടെത്തും. ഇവൻ ഒരു തള വിൽക്കാൻ വന്നവെന്ന് ചോദിച്ചപ്പോൾ ഇവനെ നേരെ രാജായുടെ പാലസിൽ കൊണ്ടു ചെല്ലും. ഇവൻ ചോദിക്കും, നീ തള വിൽക്കാൻ പോയതാടാ? അതെ. ആരുടെയാണെന്ന്? എൻ്റെ ഭാര്യയുടെ. അല്ല, ഇവൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവന്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ നഷ്ടപ്പെട്ട എമോഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ രാജ്ഞിയുടെ മുമ്പിൽ ഞാൻ എന്താ കുറ്റബോധമായിട്ട് നിൽക്കുക, എനിക്ക് പോലും എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്നെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇയാൾ പറയും അവൻ്റെ ശിരസ് എടുത്തേക്കുന്നു, മീൻസ് തല കൊയ്തെടുക്കാൻ പറയും. അതുപോലെ സംഭവിച്ചു പോകുമ്പോൾ ഇത് അറിഞ്ഞില്ല. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞ് ഈ കണ്ണകി എന്ന് പറയുന്ന ലേഡിക്ക് ന്യൂസ് കിട്ടുകയാണ്, നിന്റെ ഭർത്താവിനെ രാജാവ് കൊന്നെന്ന്. എന്തുകൊണ്ട്? അവൻ മോഷ്ടാവാണ്, അവൻ കൊണ്ടുപോയ തള രാജാവിൻ്റെയാണ്. ഇത്ര മാത്രം പറഞ്ഞെടുക്കും. അപ്പൊ ഇവൾ 2ാമത്തെ തളയുമായിട്ട് രാജാവുടെ മുമ്പിൽ ചെന്ന് എത്തുകയാണ്. രാജാവുടെ സിംഹാസനത്തിലെ മുകളിൽ ഇരിക്കുമ്പോൾ രാജാവെ, നീ വല്ലാത്ത ചതിയനാണെന്നൊക്കെ എന്തൊക്കെയോ 4-5 ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് ഇവൾ ചോദിക്കും, നിന്റെ തളയിനകത്ത് എന്താണ് ഇരുന്നതെന്ന്. അപ്പം ഇങ്ങനെ പറയും, രത്നം.
എൻ്റെ തളയിലെ മുത്താണ് ഇതാ കാണിച്ചതാന്ന് പറഞ്ഞ ഒറ്റ അടി അടിക്കുമ്പോൾ ആ കഥ എഴുതുന്നത് അങ്ങനെയാണ്. മീൻസ് ഈ ചിലപ്പതികാരം എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ വരുന്നതാണ്. അപ്പോൾ അതിലിരുന്ന് ഒരു മുത്ത് പറൽ ചെന്ന് രാജാവുടെ നെറ്റിയിൽ ഒരു ഹിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അങ്ങേര് മേക്കൗട്ട് ചെയ്ത് കണ്ട് ഒറ്റ മിനിറ്റ് സാർ, ഞാൻ ആ ഹോസ്പിറ്റൽ കേസ് കാർത്തിക് ചൊല്ലുങ്കോ. ആ ഞാൻ ഒരു 2 നിമിഷത്തിൽ കൂട്ടുമാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആ രാജാവിന് അപ്പോൾ തെറ്റ് ചെയ്തത് മനസ്സിലായ അടുത്ത മിനിറ്റ് ഞാൻ രാജാവായിട്ട് ജീവിക്കാൻ അർഹതയില്ലാത്തവനാണെന്ന് വിചാരിച്ച അടുത്ത മിനിറ്റ് അവൻ ആ സിംഹാസനത്തിലിരുന്ന് കുഴഞ്ഞ് താഴെ വീഴുന്ന് ജീവൻ ഒടുക്കുക എന്നാണ് കേട്ടത്. അപ്പോഴും കണ്ണകിക്ക് ദേഷ്യം തീരാതെ കണ്ണകി പുറത്തു വന്ന് ആ നാട്ടിൽ നിന്നിട്ട് ഞാനൊരു പത്നിയാണെങ്കിൽ ഈ മധുര കത്തി എരിയട്ടെ എന്ന് ഒരു വാക്ക് പറയുന്നു. അപ്പൊ മധുര ഫുള്ളും കത്തുന്നു. ആ ദേഷ്യത്തോടെ നടന്ന് എവിടെ തേനിയുടെ അടുത്ത് എവിടെ ഒരു അമ്പലമുണ്ട്, മുകളില് മലയുടെ മുകളിൽ. തേനി എന്ന് പറഞ്ഞാൽ മൂന്നാറ് തേനിയുടെ ഇടയ്ക്ക് കണ്ണകിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയി ഓവർനൈറ്റ് നിന്നിട്ട് പിന്നെ അതേ ദേഷ്യത്തോടെ അവൾ തെക്കോട്ട് നടക്കുമ്പോൾ ട്രിവാൻഡ്രത്തിൽ കിള്ളിയാറിൻ്റെ അടുത്ത് വന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. അവിടെയാണ് ഈ ദേഷ്യത്തിലിരുന്ന് ശാന്തത്തിലോട്ട് മാറുന്ന ഒരു കണ്ടീഷൻ. അവിടെയാണ് ഇവൾ ശാന്തമായി എന്നാണ് കേട്ടത്. അതുവരെ ദേഷ്യം പിടിച്ചു നിന്നു. ഞാനിതിൽ പാണ്ഡ്യ എന്ന് പറയുന്ന ഹാപ്പിനെസ് എന്താ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുന്ന അടുത്ത മിനിറ്റ് ജീവൻ വിടാൻ ശേഷിയുള്ള അത്രയും ഒരു ഫങ്ഷനാലിറ്റിയിലെ ബെസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പാണ്ഡ്യയാണ്. എങ്ങനെയുണ്ട് സാർ? ഓക്കെ താങ്ക് യു. ജോഷി സാർ. Okay, bye. See you. Okay, thank you, sir. Thank you. Very good. Bye, sir. Good night. Thank you.